അറബി മാസത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം മാസം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടത്തിയ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൂചനകളല്ല ഇന്നത്തെ ഈ വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതിന് ഹിജ്റ എന്നാണ് പറയുക. ഹിജ്റ വർഷത്തെ ഒരു മാസത്തിന്റെ, ഒരു കൊല്ലത്തിന്റെ ആദ്യത്തെ മാസമായി കണക്കാക്കപ്പെട്ടു തുടങ്ങിയത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ ആ ദിവസം മുതൽ നമുക്ക് കണക്ക് കൂട്ടാമെന്ന് ചില ആളുകൾ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു വേണ്ട, മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ ജീവിതം പൂർത്തീകരിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസം അഥവാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ വഫാത്ത് ദിവസം നമുക്ക് മാനദണ്ഡമാക്കാം. അഭിപ്രായങ്ങളിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ വർഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആ യാത്രയെ നമുക്ക് മാനദണ്ഡമാക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് ഹിജ്റ വർഷത്തിന് തുടക്കം കുറിക്കുന്നത്. അന്ന് മുതൽ ഇന്നു വരെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവന് മാനദണ്ഡമാക്കേണ്ടത്, അവന് തീരുമാനമെടുക്കേണ്ടത്, അവന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഡേറ്റുകളും നോക്കേണ്ടത് അറബി മാസം നോക്കിയിട്ടാണ്, ഹിജ്റ കലണ്ടർ നോക്കിയിട്ടാണ്, ചാന്ദ്രിക മാസം നോക്കിയിട്ടാണ്. അങ്ങനെ ഹിജ്റയ്ക്ക് തുടക്കം കുറിക്കുമ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പതിയാങ്കരയുടെ മണ്ണിൽ ഒരു ചരിത്രം കൂടി നമുക്ക് ഒന്ന് ആവർത്തിക്കുന്നതിന് വേണ്ടി, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മുഹറം മാസത്തിന്റെ പാതിരാത്രിയോടടുക്കുന്ന ഈ സമയത്ത് നമുക്ക് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെയും മഹാനായ കലീമുല്ലാഹി മൂസാ നബിയോടൊപ്പം വിശ്വസിച്ച പ്രിയപ്പെട്ട അവരുടെ സ്വഹാബത്തിനെയും എങ്ങനെയാണ് ചെങ്കടലിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തി ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ, ഏറ്റവും വലിയ വർഗീയവാദിയായ, ഏറ്റവും വലിയ ഏകാധിപതിയായ, ഏറ്റവും വലിയ അഹങ്കാരിയായ സാക്ഷാൽ ഫറോവ എന്ന ഫാസിസ്റ്റ് ദുശക്തിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെങ്കടലിന്റെ ഓളങ്ങളിൽ വെച്ച് എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനു വേണ്ടി, എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തിട്ട് അവസാനം ആ ജനത നന്ദികെട്ട ഒരു സമൂഹമായി മാറിപ്പോയതിന്റെ എന്താണ് അവരനുഭവിച്ച തിക്തഫലം എന്നതിനെ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ ഒരു വിശകലനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാവും. തൊട്ട് കഴിഞ്ഞു പോയ മാസം ഏതാ? ദുൽഹജ്ജ്. ആ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു കൊല്ലത്തിന്റെ ഒടുക്കത്തെ മാസം. ഒരു കൊല്ലത്തിന്റെ ഒടുക്കത്തെ മാസം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഈ നിലകൊള്ളുന്ന മാസം ഏതാണ്? മുഹറം. ഈ മാസത്തിന്റെ പ്രത്യേകത ഒരു കൊല്ലത്തിന്റെ തുടക്കത്തെ മാസമാണ്. ഒരു കൊല്ലത്തിന്റെ ഒടുക്കത്തെ മാസവും ഒരു കൊല്ലത്തിന്റെ തുടക്കത്തെ മാസവും തമ്മിൽ ഒരുമിച്ച് കൂടുന്നതാണ് ദുൽഹിജ്ജയും മുഹറവും. അങ്ങനെയാണല്ലോ. ജനുവരിയിൽ നിന്ന് ഡിസംബറിലേക്കുള്ള ദൂരം എത്രയാണ്? 11 മാസമുണ്ട് അല്ലേ? ജനുവരിയിൽ നിന്ന് ഡിസംബറിലേക്ക് എത്ര മാസമുണ്ട്? 11 മാസം. ഡിസംബറിൽ നിന്ന് ജനുവരിയിലേക്കോ
ഒരു മാസവും ഇല്ല, അടുത്ത മാസം ജനുവരിയാണ്. ഒരു കൊല്ലത്തിന്റെ ഒടുക്കമാണ് ദുൽഹിജ്ജ, തുടക്കമാണ് മുഹറം. ഇത് രണ്ടും ചേർന്നിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ മാസം ദുൽഹിജ്ജ, ഇപ്പൊ മുഹറം. ഈ 2 മാസത്തിനും സമാനതകൾ ഏറെയാണ്. ധാരാളം പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? കഴിഞ്ഞ മാസത്തിൽ ഒരു പ്രവാചകൻ സ്മരിക്കപ്പെട്ടു. ഏതാ പ്രവാചകൻ? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാസം ഒരു പ്രവാചകൻ സ്മരിക്കപ്പെടും. അതേത് പ്രവാചകൻ? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നിശ്ചയദാർഢ്യമുള്ള, ആണത്വമുള്ള, ചങ്കൂറ്റമുള്ള, പ്രതിസന്ധികളെ പൂമാലകൾ പോലെ സ്വീകരിക്കാൻ തയ്യാറായ 2 പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബിയും മൂസാ നബിയും അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ 2 പ്രവാചകന്മാർക്കും 2 ശത്രുക്കൾ ഉണ്ടായിരുന്നു. അത് ലോക്കൽ ശത്രുക്കളായിരുന്നില്ല, രണ്ടും ഭരണകൂടങ്ങളായിരുന്നു. ഒന്ന് നമ്രൂദ്, ഒന്ന് ഫിർഔൻ. അല്ലേ? ഈ 2 ശത്രുക്കളുടെയും പ്രത്യേകത എന്താണ്? ഇവർ 2 പേരും ഞങ്ങളാണ് ദൈവമെന്ന് വാദിച്ചവരായിരുന്നു. ഞങ്ങളാണ് ദൈവമെന്ന് വാദിച്ചവരായിരുന്നു നമ്രൂദും ഫിർഔനും. ഈ 2 പ്രവാചകന്മാർക്കും ധാരാളം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിൽ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലേ? സംശയമുണ്ടോ? മൂസാ നബി അല്ലേ രക്ഷപ്പെട്ടത്? ഇബ്രാഹിം നബി എന്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? തീയിൽ നിന്ന്. ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ 2 പ്രവാചകന്മാരും നമ്മുടെ ജീവിതത്തിൽ വലിയ മാതൃകകളാണ്. പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അള്ളാന്റെ ഹബീബ് പറയുമായിരുന്നു, യർഹമില്ലാഹു മൂസ, മൂസാ നബിക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ, ഖദ് ഊദിയ മിൻ ഹാദാ, ഇതിനേക്കാൾ അനുഭവിച്ചിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗത്തിന്റെ 1000-1 നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഈ 2 പ്രവാചകന്മാരും ധാരാളം പ്രയാസങ്ങൾ, വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് സമാനതകൾ ഏറെയായ 2 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ആ സംഭവത്തിൽ നിന്ന് ഏതാനും ചില കണ്ടന്റുകൾ, ചില സന്ദേശങ്ങൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. ഹിജ്റയോ അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമും കൗമും വെള്ളത്തിലിറങ്ങി രക്ഷപ്പെട്ടതോ, ഫിർഔനും പരിവാരങ്ങളും ചെങ്കടലിറങ്ങിയിട്ട് നശിപ്പിക്കപ്പെട്ടതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ചരിത്രം പറയാൻ ആളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്, കേൾക്കാനും ആളുണ്ട്, പറയിപ്പിക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അവിടെയാണ് പ്രശ്നം. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതുകൊണ്ട് ചരിത്രം പറയലല്ല, ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കലാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് അവരുടെ ജനതയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഫിർഔൻ അടിമകളാക്കി വെച്ചിരുന്നില്ലേ? ആ ജനതയെ വിമോചനത്തിന്റെ പോരാളിയായി, വിമോചനത്തിന്റെ മുന്നണി പോരാളിയായി മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിച്ച് ഫിർഔനിന്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ആ കെട്ടുകളിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ രക്ഷപ്പെടുത്തി ഫിർഔനിൽ നിന്ന് കൊണ്ടുവരികയാണ്. അവരെ രക്ഷപ്പെടുത്തി അവര് മോചിതരായി. പക്ഷെ ഒരിക്കലും അവര് മാനസികമായ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാ നമ്മുടെയും വിഷയം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ. പതിയാങ്കരയും ആറാട്ടുപുഴയും ഒക്കെ ധാരാളം. ഇവിടുത്തെ AC പള്ളിയിൽ AC ഉണ്ടോ? അപ്പോ ഇല്ല. കേരളത്തിലെ ആദ്യത്തെ AC പള്ളിയാണ് ആറാട്ടുപുഴ AC പള്ളി. ആ പേരിപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോ ആറാട്ടുപുഴ AC പള്ളിയിൽ മാത്രം AC ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും AC ആയി. ഞാൻ കുറ്റം പറയുന്നതല്ല. ചില നാടുകൾ, വൈലിത്തറ ഉസ്താദിന്റെ നാടാണ്, ആറാട്ടുപുഴ പതിയാങ്കര ഉസ്താദിന്റെ നാടാണ്. ഈ നാട്ടില് നല്ല മതബോധമുള്ള ആളുകളാണ്. എന്റെ കൂടെ വാഹനം ഓടിച്ചു വരുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെയാണ് പഠിച്ചത്, പതിയാങ്കരയിൽ. ഒരുപാട് എന്റെ പഠിക്കുന്ന സമയത്ത്, അത് വലിയ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഞാൻ തൊട്ടടുത്ത് കരുനാഗപ്പള്ളിയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോ
ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. അന്നിവിടെ ദർസ് നടത്തിയിരുന്ന ഉസ്താദിനോടൊപ്പം പഠിക്കുന്ന ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ എന്റെ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധമുള്ള നല്ലൊരു മണ്ണാണ്, മതബോധമുള്ള മണ്ണാണ്. ഇപ്പോഴും ഒരിക്കലും ആ മണ്ണിന്റെ മണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് തന്റെ ജനതയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവരെ അടിമത്വ ചങ്ങലകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. പക്ഷേ അവർ മാനസികമായി അവർ ഒരിക്കലും അടിമകളിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരുന്നില്ല. മാനസികമായ അടിമകളായിരുന്നു അവര്. ആ ഒരു അവസ്ഥ അവരിൽ ഉണ്ടായിരുന്നു. മാനസിക അടിമത്വം മാറിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? ഈ കിരാതനായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി മൂസാ നബി അലൈഹിസ്സലാം എവരെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഫിർഔനെ അടിമകളാക്കി വെച്ചിരുന്നു. അവരോട് പോരാടിയിട്ട് മൂസാ നബി അവരെ രക്ഷപ്പെടുത്തി. ധൈര്യമായി എന്റെ കൂടെ കൂടിക്കോ, നിങ്ങൾ മോചിപ്പിക്കപ്പെടുന്നവരാണ്, നിങ്ങളെ ഇനി ആരും ഉപദ്രവിക്കില്ല. കിരാതനായ സ്വേച്ഛാധിപതിയായ സാക്ഷാൽ ഫാസിസ്റ്റായ ആ ഫിർഔനിന്റെ ഭീകരമായ ഉപദ്രവം നിങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടിങ്ങനെ വരുന്നതിനിടയിൽ ഇവരൊരു രംഗം കണ്ടു. ഈ കൂടെ വരുന്ന ആളുകൾ, അത് നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റീവ് അവിടെയാണ്. ശ്രദ്ധിച്ച് കേട്ടോളി. മൂസാ നബി ഇങ്ങനെ അവരുടെ കൗമിനെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാം. മൂസാ നബി തന്റെ ജനതയുമായിട്ട് വരുമ്പോൾ ഒരു രംഗം കണ്ടു. അവരെന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വജാവസ്നാ ബിബനി ഇസ്രായീല البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها ما لهم إلها يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയുടെ കൈ പിടിച്ചുകൊണ്ട് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവരെ സന്തോഷവാന്മാരായി ജീവിക്കാൻ, സ്വതന്ത്രരായി ജീവിക്കാൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാഹു ഭീകരമായ ഒരു ചെങ്കടലിലേക്ക് അവരെ ഇറക്കിയിട്ട് രക്ഷപ്പെടുത്തുകയാ. അവരാ രക്ഷപ്പെട്ട മാർഗത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത കാണുന്ന കാഴ്ച എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറഞ്ഞത്. ഫാസിസ്റ്റായ ഈ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ പോലും മാനസികാടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷപ്പെട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അതാ ഒരു വിഭാഗം ആളുകളെ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാ. ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ മഹാനായ മൂസാ നബിയോട് അവരെ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ മൂസ ജഅൽ ലനാ ഇലാഹന കമാ ലഹും ആലിഹ. അവര് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടില്ലേ? അവര് വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെ നിർമ്മിച്ചു തരണേ മൂസ നബിയെ. ഞങ്ങൾക്കും ഞങ്ങളുടെ വിഗ്രഹത്തോട് കാര്യങ്ങൾ പറയണം. ഞങ്ങൾക്കും ഒരു ദൈവം വേണം. ഞങ്ങൾക്ക് ദൈവത്തോട് കഥനക്കഥകൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് ദൈവങ്ങളോട് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും നിമിഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ടൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തരണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണം. ഏകദൈവ വിശ്വാസത്തിലേക്ക് മൂസാ നബി തന്റെ ജനതയെ കൈപിടിച്ചു കൊണ്ടുവരുന്ന വഴിയാ. അന്ന് വരെ ഫാസിസ്റ്റ് ആയിരുന്ന ഫിർഔനിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് വാദിച്ചിരുന്ന ഫിർഔനിന്റെ മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്ത് അടിമകളായി കഴിഞ്ഞിരുന്നപ്പോൾ, ബന്ധനസ്ഥനായി കഴിഞ്ഞിരുന്നപ്പോൾ, അടിമച്ചങ്ങലയിൽ നിന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ധീരമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹാരാധകരെ കാണുമ്പോ അല്ലാഹുവിന്റെ കലീമായ മൂസ നബിയോട് പറയുകയാണ്, ഇജ്അൽ ലനാ ആലിഹ, ഇജ്അൽ ലനാ ഇലാഹ. ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നീ ആക്കി തരേണ്ട ആവശ്യമാണിപ്പോ. ഞങ്ങൾക്കും ഒരു ഇലാഹ് വേണം, ഞങ്ങൾക്കും ഒരു ദൈവം വേണം, ഞങ്ങൾക്കും ഒരു തമ്പുരാൻ വേണം, ഞങ്ങൾക്കും ഒരു സൃഷ്ടാവ് വേണം, ഞങ്ങൾക്ക് വിഷമങ്ങൾ പറയാൻ ഒരു ദൈവം വേണം. അതുകൊണ്ട് അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും നീ ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരണമെന്ന് പറയുമ്പോൾ
മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നകും ഖൗമുൻ തജ്ഹലൂ, നിങ്ങൾ വിവരമില്ലാത്ത ഒരു സമൂഹമായി പോയല്ലോ മക്കളെ, വിവരം കെട്ട ഒരു സമൂഹമായി നിങ്ങൾ മാറിയല്ലോ, നിങ്ങൾ വിവരമില്ലാത്തൊരു സമൂഹമായി മാറിപ്പോയല്ലോ. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതല്ലേ. ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ, വ്യക്തികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ, ശിലകളുടെ മുന്നിൽ നിങ്ങളുടെ കഥകൾ പറയാറ് ഏകദൈവത്തിന്റെ ഉന്നതമായ തൗഹീദിന്റെ സുന്ദരമായ പർവീസയിലേക്കല്ലേ നിങ്ങളെ കൈപിടിച്ച് ഞാൻ കൊണ്ടുവന്നത്. സുന്ദരമായ ഏകദൈവ വിശ്വാസത്തിന്റെ പർവീസയിലേക്കല്ലേ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നൊരു ഇലാഹിനെ നിങ്ങൾക്ക് വേണമെന്ന്. ഇന്നകും ഖൗമുൻ തജ്ഹലൂ, നിങ്ങൾ വിവരമില്ലാത്തൊരു ജനത തന്നെയാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അവരോട് ചോദിക്കുകയാ. ഒരൊറ്റ കാര്യമാണ് മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നടന്ന രാത്രിയിലാ നമ്മളുള്ളത്, ഇത് നടന്ന രാത്രിയിലാ നമ്മൾ ഇരിക്കുന്നത്. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഈ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പതിയാങ്കര ഉസ്താദം അറിയപ്പെടുന്ന മഹാനായ കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഈ അനുഗ്രഹീതമായ ഭൗതിക ശരീരം കിടക്കുന്ന ഈ മണ്ണില്, ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന പരിശുദ്ധമായ ഈ പതിയാങ്കരയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോ, എത്രയോ വർഷങ്ങൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇത് നടന്ന രാത്രിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരൊറ്റ കാര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അവരെ വരച്ച വരയിൽ നിർത്തുകയാണ്. വിഗ്രഹാരാധകരെ നോക്കിയിട്ട് ഞങ്ങൾക്കും ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചത് എന്തെന്നറിയോ? സൂറത്തുൽ അറാഫിന്റെ അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുകയാ, ഖാല അഗൈറല്ലാഹ് അബ്ഗീകും ഇലാഹാ വഹുവ ഫളലകും അലൽ ആലമീൻ. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാക്കി നിങ്ങളെ അല്ലാഹ് മാറ്റിയില്ലേ? കിരാതനായ ഫിർഔനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? അവന്റെ അടിമച്ചങ്ങലയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അല്ലാഹ്? എന്നിട്ട് ചെങ്കടൽ പിളർത്തിയിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തി അല്ലാഹ് കൊണ്ടുവന്നില്ലേ? അല്ലാഹ് നിങ്ങളെ ആദരിച്ചതാ മക്കളെ, അല്ലാഹ് നിങ്ങളെ ബഹുമാനിച്ചതാ പ്രിയപ്പെട്ട ജനതയെ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങളെ കണക്കില്ലാത്തതല്ലേ? എന്നിട്ട് നിങ്ങൾ വിവരക്കേടാണോ പറയുന്നത്? ഖുൽ അഗൈറല്ലാഹ് ഖാല അഗൈറല്ലാഹ്. മൂസാ നബി അവരോട് ചോദിക്കുകയാണ്, അല്ലാഹ് അല്ലാത്തൊരു ദൈവത്തെ നിങ്ങൾക്ക് ഞാൻ തരണമെന്നാണോ? ഞാൻ എന്തിനാ നിയോഗിക്കപ്പെട്ടതെന്നറിയോ? ഞാൻ എന്തിനാ നിയോഗിക്കപ്പെട്ടതെന്നറിയോ? എന്തിനേക്കാ ഞാൻ നിയോഗിതനായതെന്നറിയോ? ഭൗതികമായ ആഡംബരങ്ങളിലെ, ഭൗതികമായ സുഖ സൗകര്യങ്ങളിലും മുഴുകിക്കഴിയുന്ന ആളുകളെ, ഭൗതിക വ്യക്തികളെ, ഭൗതികമായി ജീവിക്കുന്നവരെ, ഭൗതികതയിലേക്ക് മുഖം കുറ്റി വീണ് പോയവരെ, ദുനിയാവിന്റെ ശീതളിമയിൽ മുങ്ങിപ്പാണ് പോയവരെ, മലീമസമായ ജീവിതത്തിൽ കൂപ്പുകുത്തിപ്പോയ ആളുകളെ, ആ അഴുക്കിച്ചാലിൽ ആപതിച്ചു പോയ ആളുകളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കിട്ടാനാ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോ നിങ്ങൾ പറയുന്നത് എന്താണ്? ഒരു ദൈവത്തെ നിങ്ങൾക്ക് ഞാൻ തരണമെന്നാണോ? അള്ളാഹു അല്ലാത്ത ഏത് ദൈവത്തെയാ മക്കളെ ഞാൻ നിങ്ങൾക്ക് തരിക? അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹാ, അല്ലാഹ് അല്ലാത്തൊരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് തരണമെന്നാണോ? വഹുവ ഫളലകും അലൽ ആലമീൻ. നന്ദികേട് കാണിക്കില്ലേ? അവനാ നിങ്ങളെ ഉത്തുംഗരാക്കിയത്, അവനാ നിങ്ങളെ ഉന്നതരാക്കിയത്, അവനാ നിങ്ങളെ ഏറ്റവും വലിയ ശ്രേഷ്ഠവാന്മാരാക്കിയത്. ആ പടച്ചവന് പകരം നിങ്ങൾക്ക് ആരെ തരണമെന്നാ? ആ പടച്ചവന് പകരം നിങ്ങൾക്ക് ഞാൻ ആരെ തരണമെന്നാ നിങ്ങൾ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ ചോദ്യം ആലോചിച്ച് നോക്കിയേ. ഒരു കാലഘട്ടത്തിൽ ഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു സമൂഹത്തെ രാത്രി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ചെങ്കടല് പിളർത്തി എല്ലാ നിലയിലും അവരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിയപ്പോഴേക്കും അവര് കാണുന്നത് വിഗ്രഹാരാധകരെ. ഇന്നലെ വരെ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ മറന്നു, ഇന്നലെ വരെ അനുഭവിച്ച പ്രയാസങ്ങൾ അവർ മറന്നു, ഇന്നലെ വരെ അനുഭവിച്ച തീഷ്ണമായ പീഡന പർവ്വങ്ങൾ അവർ മറന്നു. എന്നിട്ട് അവര് മൂസാ നബിയോട് തന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഉണ്ടാക്കി തരുവോ, ഞങ്ങൾക്കൊന്ന് ആരാധിക്കാൻ? മൂസാ നബി ചോദിച്ച ഒറ്റ ചോദ്യം, അള്ളാഹ് നിങ്ങളെ ഇത്രയും ബഹുമാനിച്ച് ആദരിച്ച് ഇത്രയും രക്ഷപ്പെടുത്തി നിങ്ങളെ
കടല് പിളർത്തി രക്ഷപ്പെടുത്തി നിങ്ങളെ ബഹുമാനിച്ച് ഈ നിലയിലൊക്കെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ അല്ലാഹ് അല്ലാത്തൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നോ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇന്നക്കും ഖൗമു തജ്ഹലും, വിവരം കെട്ടൊരു ജനതയായി പോയല്ലോടോ നിങ്ങൾ എന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയാൻ. ഇതിവിടെ നിൽക്കട്ടെ. ഇത് നടന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. ഇത് നടന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. ഒരു നിമിഷം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാൻ, ഇതേ അവസ്ഥയല്ലേ ഇന്ന് നമ്മൾ നേരിടുന്നത്? അള്ളാഹു നമ്മളെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാക്കി, ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടികളാക്കി അള്ളാഹു നമ്മളെ മാറ്റി. വലക്കത് കറംനാ ബനി ആദം. നമ്മുടെ മഹത്വം തിരിച്ചറിയണോ? നമ്മുടെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ഏതാനും ചില ആയത്തുകളെ ഒന്ന് കൂട്ടി വായിച്ചാൽ മതി. വലക്കത് കറംനാ ബനി ആദം. അള്ളാഹു മനുഷ്യരെ ആദരിച്ചിരിക്കാൻ. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും എല്ലാരെയും അള്ളാഹു ആദരിച്ചിരിക്കുക മനുഷ്യൻ എന്നുള്ള നിലയിൽ. അതിൽ നിന്നും നമ്മളെ ആരാക്കി അള്ളാഹു താല? ആരാക്കി? ഞാൻ തുറന്നു പറയട്ടെ ഉസ്താദ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഖുർആനാണ്. നമ്മളെ പറ്റി പറയുന്നൊരു വേടുണ്ട്. എന്താണ്? ഞാൻ പല വേദികളിലത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പറ്റി പൊതുവെ മുസ്ലിങ്ങളെ പറ്റി പറയുന്നൊരു നാടൻ ഭാഷ ഉണ്ടല്ലോ. എന്താണ്? മേത്തന്മാരെന്ന് അറിയില്ലേ? പറയില്ലേ? മേത്തന്മാർ. അതൊരു ചീത്ത വേടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാ. എല്ലാ മനുഷ്യരെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിഭാഗത്തെ അള്ളാഹു പറഞ്ഞു, അൻതുമുൽ അഅ്ലഊൻ, നിങ്ങളാണ് മേത്തന്മാർ. അള്ളാഹ് പറഞ്ഞതാ, നിങ്ങളാണ് ഉന്നതർ, മേൽത്തരക്കാർ. മേത്തന്മാരെന്ന് പറഞ്ഞാൽ മേൽത്തരക്കാർ നിങ്ങളാണ്. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. അപ്പൊ മുഅ്മിനീങ്ങളായ നമുക്ക് അല്ലാഹു തആല ഒരു പടി കൂടി മുമ്പിലോട്ടുള്ള ഗ്രാഫ് ഉയർത്തി നമ്മളെ അല്പം കൂടി പവർ ഉള്ളവരാക്കി മാറ്റി അല്ലാഹു തആല. ഈ നമ്മൾ ഇത്രയും ആദരിക്കപ്പെട്ട് നമ്മൾ ഏറ്റവും ഉന്നതിയിലാണെന്ന് പറഞ്ഞു മലായിക്കത്തുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാ നമ്മൾ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മാലാഖമാരെക്കാൾ ശ്രേഷ്ഠരാണ് നമ്മൾ. എന്തുകൊണ്ട്? പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. മലായിക്കത്തുകളുടെ ലോകത്തിൽ ഒരിക്കലും ബിവറേജ് ഇല്ല. ആ മലായിക്കത്തുകളുടെ ലോകത്തിൽ സിനിമാശാലകളില്ല, വ്യഭിചാരശാലകളില്ല. മലായിക്കത്തുകളുടെ ലോകത്തിൽ ലോട്ടറി ഇല്ല. മലായിക്കത്തുകളുടെ ലോകത്തിൽ കള്ളുഷാപ്പില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഉള്ളത് മനുഷ്യന്റെ ലോകത്തിലാണ്. അവർ അനുകൂല സാഹചര്യത്തിൽ ഇബാദത്ത് എടുക്കാൻ, നമ്മളോ പ്രതികൂല കാലാവസ്ഥയിൽ ഇബാദത്ത് എടുക്കുന്നവരാണ്. അഖീദയുടെ പണ്ഡിതന്മാര് പറഞ്ഞു, മലായിക്കത്തുകളെക്കാൾ മഹത്വം അല്ലാഹു മനുഷ്യന് കൊടുത്തതിന്റെ ഒരു കാരണം ഇതാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കൃത്യമായി മുസ്ലിമായി ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവനല്ലേ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളവൻ? അപ്പൊ നമ്മൾ ഏറ്റവും ഉന്നതിയിലല്ലേ നിൽക്കുന്നത്? പക്ഷെ നമ്മളിപ്പോ ആരാധിക്കുന്ന ആരെയാണ്? മൂസാ നബിയുടെ ജനത അള്ളാനെ ആരാധിക്കാൻ വേണ്ടി മൂസാ നബി രക്ഷപ്പെടുത്തി ഫിർഔനെ ആരാധിക്കേണ്ട ഇനി മുതൽ. അവൻ മർദ്ദകനാണ്. ആ മർദ്ദകനായ ഈ ഫിർഔനിൽ നിന്ന് മർദ്ദിതരായ ബനൂ ഇസ്രായേലികളെ രക്ഷപ്പെടുത്തിയിട്ട് കടല് കടന്ന് നേരെ കരയിലേക്ക് എത്തിയപ്പോ അവര് വിഗ്രഹത്തെ ആരാധിക്കാൻ വെമ്പൽ കൊണ്ടുവെങ്കിൽ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് രക്ഷപ്പെടുത്തി എല്ലാ നിലയിലും ഉത്തുംഗത സോപാനത്തിലെത്തപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? ആരെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്? ആരെയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് സാക്ഷാൽ ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് ആരെയാണ് ആരാധിക്കുന്നതെന്നറിയോ? ആരെയാണ് നമ്മൾ ഇന്ന് ആരാധനകൾ അർപ്പിക്കുന്നത്? ആർക്കെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആദരവായ പ്രവാചകൻ പറയുകയാണ്, തൈസ അബ്ദുദ്ദീനാർ تعسعبد الدينار والدرهم والقطيفة والخميسة. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, തൈസഅബ്ദു ദിനാരി വദ്ദിർഹമി വൽഖതീഫത്തി വൽഖമീസ. പട്ടുവസ്ത്രങ്ങളുടെയും
ദീനാറുകളുടെയും ദിർഹമുകളുടെയും അടിമ നശിച്ചിരിക്കുകയാ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കത്ര അർത്ഥഗർഭമാണ്, എത്ര ആശയ സമ്പന്നമാണ്. പട്ടുവസ്ത്രങ്ങളും അതുപോലെ ദീനാറുകളും ദിർഹമുകളുടെയും അടിമയായ മനുഷ്യ നാശത്തിലാണ്. ആ മനുഷ്യനെ നശിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അവൻ ആരെങ്കിലും കൊടുത്താൽ അവന് സന്തുഷ്ടനാണ്, പക്ഷേ നിഷേധിച്ചാൽ അവന് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. പ്രിയപ്പെട്ട സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് ആരെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നറിയോ? കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അവന്റെ കോടികളാണ് അവന്റെ ഈശ്വരനായിട്ട് അവനെ കാണുക. ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് സമ്പത്താണ്. ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്താണ്. അവൻ എവിടെ പോകണമെന്ന് നിയന്ത്രിക്കുന്ന സമ്പത്താണ്. അവൻ എങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമ്പത്താണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഇത് പ്രവാചകന്റെ വാക്ക് വെറുതല്ലോ. പ്രവാചകന്റെ വാക്കിൽ കള്ളമില്ലല്ലോ, പൊള്ളില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് ആകാശത്തിന്റെ ലോകത്തിനും അള്ളാഹുവിന്റെ സുന്ദരമായ ആ സന്ദേശം വരാതെ പ്രവാചകൻ ഒരു അക്ഷരം പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? സമ്പത്തിന്റെ അടിമയായ മനുഷ്യനെ നശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന് നാശമാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്തല്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്താണ്. ഇന്ന് നമ്മൾ പറയും സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അല്ല, ഇന്ന് പൈസക്ക് വേണ്ടി നമ്മൾ കാവല് കിടക്കുകയാണ്. ഇന്ന് പണത്തിന് വേണ്ടി നമ്മൾ കാവല് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ പണം നമ്മളെയല്ലേ നോക്കേണ്ടത്? പണം എന്തിനാണ്? ആവശ്യത്തിന് നമുക്ക് പണം വേണം. ഒരു ഗുരു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കർഷകൻ ഒരു പശുവിനെയുമായിട്ട് വരുന്നത്. ഒരു പശുവിനെയുമായി കർഷകൻ വരുന്നത് കണ്ടപ്പോ ഈ ഗുരുവിന് അവർക്ക് ഒരു ചെറിയ പാഠം പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ആ പശുവാണോ ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്? ആ മനുഷ്യനാണോ പശുവിനെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. നമ്മുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? ഒരു കർഷകൻ ഒരു പശുവിനെ കൊണ്ടുവരികയാണ്. കയറും പിടിച്ചിട്ട് ആ കർഷകൻ മുന്നാലെ നടക്കുന്നു. അല്ലെങ്കിൽ പശുവിനെ മുന്നിലാക്കിയിട്ട് കർഷകൻ കയറിൽ പിടിച്ചിട്ട് അത് എങ്ങനെയാണോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ന്യായമായിട്ടും ഒന്ന് ചിന്തിക്കണം. കർഷകനാണോ പശുവിനെ നിയന്ത്രിക്കുന്നത്? പശുവാണോ കർഷകനെ നിയന്ത്രിക്കുന്നത്? ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചവൻ പറഞ്ഞു, ഒരു സംശയമില്ല, കർഷകൻ തന്നെയാണ്. കാരണം കർഷകൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ് ആ പശു പോവുക. അപ്പൊ അതിനെ കൃത്യമായി അതിനെ നിയന്ത്രിക്കുന്നത് കർഷകൻ തന്നെയാണ്, പശുവല്ല എന്ന് ശിഷ്യന്മാരും പറഞ്ഞു. അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഗുരുവിനുണ്ട്. അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് കർഷകന്റെ ആ പശുവിനെയും കയറടക്കം ആ കർഷകനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗുരു ചെയ്ത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്തിട്ട് ആ കയറ് കട്ട് ചെയ്തു. കയറ് കട്ട് ചെയ്തപ്പോഴേക്കും ആ പശു ഓടാൻ തുടങ്ങി. പിടുത്തം വിട്ടപ്പോ പശു ഓടി. ആ പശു ഓടിയപ്പോ ആര് പിന്നാലെ ഓടി? കർഷകൻ പിന്നാലെ ഓടി. പശു എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് കർഷകൻ ഓടാൻ തുടങ്ങി. ആ സമയത്ത് ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇനി നിങ്ങൾ പറ, നിയന്ത്രിക്കുന്നത് പശുവാണോ കർഷകനാണോ? അവര് പറഞ്ഞു, കൃത്യമായി പശു തന്നെയാണ് കർഷകനെ നിയന്ത്രിക്കുക. കാരണം കർഷകൻ ഓടുന്നത് പശു ഓടുന്ന ഭാഗത്തേക്കാ ഓടുന്നത്. കാരണം എന്തെന്നറിയോ? ഇരുവരെയും പിടിച്ചിരുന്ന കടിഞ്ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. ആ കടിഞ്ഞാൻ പൊട്ടിച്ചപ്പോഴേക്കും പിന്നെ നിയന്ത്രിക്കുന്നത് ആരായി? പശു മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് കേവലം കേട്ടുകളയേണ്ട ഒരു കാര്യമല്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണം വേണം. പള്ളി വെക്കണമെങ്കിൽ പണം വേണം, വീട് വെക്കണമെങ്കിൽ പണം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ സമ്പത്ത് വേണം, വാഹനം വേണമെങ്കിൽ സമ്പത്ത് വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, ഇതൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമുക്കെന്തിനാ വീട്?
മൃഗങ്ങളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിന് നമുക്ക് കയറി കിടക്കുമ്പോ നമുക്ക് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു വീട്, അതിന് പണം വേണം. അപ്പൊ പണം നമുക്ക് ആവശ്യമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റി ഉണ്ട്, എന്തിനാ? ATM-ന്റെ മുന്നിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്, എന്തിനാ? പണം സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ആരാ യജമാനൻ? അവിടെ ആരാണ് യജമാനൻ? ഒരു നിമിഷം നമ്മൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പണമുണ്ടാക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ആ കടിഞ്ഞാണെന്ന് നഷ്ടപ്പെട്ടപ്പോൾ, ആ കടിഞ്ഞാണെന്ന് മുറിച്ചു കളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർഷകന്റെ കയ്യിലിരുന്ന പശുവിന്റെ കയറ് കത്രിക കൊണ്ട് കുരു പൊട്ടിച്ചതുപോലെ ആ കടിഞ്ഞാണങ്ങ് മുറിച്ചു കളഞ്ഞപ്പോൾ, കടിഞ്ഞാണങ്ങ് നഷ്ടമായപ്പോൾ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? പണം നമ്മളെ ഭരിക്കാൻ തുടങ്ങുകയാ. അതുകൊണ്ടാണ് നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പട്ടുവസ്ത്രങ്ങളും ദീനാറുകളും ദിർഹമുകളും മനുഷ്യനെ അതിന്റെ അടിമകളായ മനുഷ്യന് നാശത്തിലാണ്, നശിക്കപ്പെട്ടിരിക്കുകയാ. അവന് സമ്പത്ത് കിട്ടിയാൽ അവന് സന്തുഷ്ടനാണ്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ അവന് ദുഃഖിതനാണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ ഇന്ന് വലിയ ആരാധനയിലാണ്. ധനപൂജകരായി, ദുനിയാപൂജകരായി മാറിയപ്പോൾ അള്ളാഹുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാ. ചെങ്കടലിൽ പിളട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മൂസാ നബിയുടെ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഖൗമുണ്ടല്ലോ, അവര് എങ്ങനെയാണോ രക്ഷപ്പെട്ടതിന് ശേഷം, അള്ളാഹു ആദരിച്ച വിഭാഗമായതിനു ശേഷം എങ്ങനെയാണോ അവര് വിഗ്രഹ പൂജയിലേക്ക് പോയത്, അതേ അവസ്ഥയിൽ തന്നെയാണ് ലോകത്തിന്റെ ജേതാവ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെടുത്തിയ നമ്മളെ ഇവിടെ എത്തിച്ചത്. സഹാബാക്കളെ ത്യാഗം സഹിച്ചിട്ടാ നമ്മൾ ഇവിടെ എത്തിയത്. താബീങ്ങൾ സങ്കടപ്പെട്ടിട്ടാ നമ്മൾ ഇവിടെ എത്തിയത്. ഒരുപക്ഷെ ഈ നാടിന്റെ നായകനായ പതിയാങ്കര ഉസ്താദ് പണിപ്പെട്ടിട്ടാകുമല്ലോ ഈ നാട് ഈ നല്ല നിലയിൽ എത്തിച്ചേരുന്നത്. ഇന്നലകളിൽ കടന്നു വന്ന പൂർവ്വസൂരികളായ പ്രിയപ്പെട്ട നേതാക്കന്മാര് രാവ് പകലും അവര് ഉറങ്ങാതെ ഉണ്ണാതെ ഒടുക്കാതെ അവര് കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നമുക്ക് തൊപ്പി വെക്കാൻ പറ്റുന്നത്, ദാടി വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ടല്ലേ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പർദ്ദയിടാൻ, നിഖാബ് ധരിക്കാൻ, അതുപോലെ തന്നെ മുഖമക്കനയിടാൻ, ഹിജാബ് ധരിക്കാൻ, തലയിൽ മുണ്ടിട്ട് നടക്കാൻ നമുക്ക് എന്തുകൊണ്ടാ കഴിഞ്ഞത്? ഇന്നലെ വരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാര് സഹിച്ച കഷ്ടപ്പാടുകളുടെ വേദനയുടെ ഒരു വലിയ കാര്യം കൊണ്ടല്ലേ നമുക്കതിനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയത്. എന്നാൽ അള്ളാഹു ഏറ്റവും ഉന്നതരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, അള്ളാഹു ആദരിച്ചവരാണ് എന്ന മനുഷ്യ വിഭാഗത്തെ എണ്ണി പറയുമ്പോ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് അള്ളാഹു തആല പറഞ്ഞു, അന്തുമുല്ലഅലൂ, നിങ്ങൾ ഉന്നതരാണ്, ഏറ്റവും ഉത്കൃഷ്ടരാണ്, അത്യുന്നതരാണ്, മേൽത്തരക്കാരാണ്, നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരാണ്, നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പരിചയപ്പെടുത്തിയ ഈ സമുദായമുണ്ടല്ലോ, ഇന്ന് സമ്പത്തിന്റെ പിന്നാലെയാ, ഇന്ന് ധനപൂജയിലാണ്, ഇന്ന് ദുനിയാ പൂജകരായി മാറിക്കൊണ്ടിരിക്കുകയാ. അവർക്ക് പള്ളി വേണ്ട നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിശൂന്യരായ ഒരുപക്ഷെ യുക്തിവാദികളെന്ന് വിളിക്കുന്ന യുക്തി എന്തെന്നറിയാത്ത ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ആളുകളില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരത്തിന് ആളുകൾ കുറവാ, ജമാഅത്തുകൾക്ക് ആളുകൾ കുറവാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോവുകയാ, അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുകയാ. ഹബീബായ പ്രവാചകന്റെ ഒരു പ്രസംഗമുണ്ടെന്താണെന്നറിയോ? എപ്പോഴാ റസൂലുള്ള പ്രസംഗിച്ചതെന്നറിയോ? പ്രവാചകന്റെ ഹിജ്റയുടെ 7-ാം വർഷത്തില്, പ്രവാചകന് ഹിജ്റ പോയ 10-ാം കൊല്ലത്തില്, അഥവാ പ്രവാചകന് വഫാത്താകുന്ന ആ കൊല്ലത്തിൽ 63-ാമത്തെ വയസ്സ് പ്രവാചകൻ എത്തുന്ന സമയത്ത്, വഫാത്തിന് ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഉഹദിലെത്തുകയാ. ചില ആളുകൾക്ക് സംശയമുണ്ടാകാം, പതിയാങ്കര ഉസ്താദിന്റെ ഖബറിന്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ അവ ഖബറടക്കിയതിനു ശേഷം, രക്തസാക്ഷികളെ ഖബറടക്കിയതിനു ശേഷം സയ്യിദുൽ ശുഹദാഇ ഹംസത്തുൽ കർറാ റളിയല്ലാഹു തആല
റളിയല്ലാഹു അടക്കമുള്ള പ്രിയപ്പെട്ട സഹാബയുണ്ടല്ലോ, ഇന്ന് മുഹദിന്റെ മൈരിക്കയിൽ പോയാ വളച്ചു കെട്ടിയ ഭാഗത്ത് നമുക്ക് കാണാം, ആ ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ ധീര മുജാഹിദുകൾ ഉണ്ടല്ലോ, ആ ധീര രക്തസാക്ഷികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലെത്തുകയാ. എപ്പോഴാണെന്നറിയോ? ഉഹദ് യുദ്ധം നടന്ന് 7 വർഷം കഴിയുമ്പോഴാ, അഥവാ ഹിജ്റയുടെ 10ാം കൊല്ലമാണ്, അഥവാ ഹിജ്റ 3ാം കൊല്ലമാണ് ഉഹദ് യുദ്ധം നടക്കുക. അത് കഴിഞ്ഞിട്ട് 7 വർഷമാകുമ്പോഴാണ് ഹിജ്റ 10ആവുക. അക്കൊല്ലമാണ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നത്. ഉഹദിന്റെ പരിശുദ്ധമായ മൈരിക്കത്തിലെത്തുകയാ. അവിടെ അടക്കം ചെയ്യപ്പെട്ട സഹാബത്തിന്റെ ഖബറുകൾ സന്ദർശിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് പ്രവാചകനെ ദുആരക്കുകയാ. ഇതെവിടെയുള്ള സഹോദരങ്ങളെ, ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബി വര്യന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഇതാരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി ഇന്ന് വിശ്വാസ സമൂഹം മുഴുവനും അംഗീകരിക്കുന്ന ബുഖാരി ഉണ്ടല്ലോ, തൊട്ടുടനെ എല്ലാവരും അംഗീകരിക്കുന്ന മുസ്ലിം ഉണ്ടല്ലോ. അതേ ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കാണാം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആദരവായ പ്രവാചകന്റെ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാ. ഉഖബ റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? ഹിജ്റയുടെ പരിശുദ്ധമായ 10ാം കൊല്ലം വഫാത്തിന്റെ ആ കൊല്ലത്തില് പരിശുദ്ധമായ ഉഹദ് നടന്നിട്ട് 7ാം വർഷം പൂർത്തിയായപ്പോ അവിടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അവരുടെ ഖബറുകൾ വന്നിട്ട് ദുആരക്കുകയാ. ദുആ ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പെട്ടെന്ന് സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും പള്ളിയിലേക്കൊന്ന് വരുവോ, എല്ലാവരും മദീനത്തേക്കൊന്ന് വരുവോ. പരിശുദ്ധമായ ഉഹദിൽ നിന്ന് കേവലം 1 2 100 200 മീറ്റർ മാത്രമാണല്ലോ പരിശുദ്ധമായ മദീന പള്ളിയുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 1 കിലോമീറ്ററാ. അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി മദീനയിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുകയാ. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്ന് മദീനത്തുൻ നബവിയിലെത്തിയിട്ട് മിമ്പറിലേക്ക് റസൂലുള്ളാഹി കയറുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടൊരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗമെന്നറിയോ? കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അമാനുഷികത വെളിവാകുന്ന പ്രസംഗമാ. ഇത്രയും വലിയ ആർജവത്തോടെ ആവേശത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ഒരു യാഥാർത്ഥ്യ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. സഹാബാക്കൾ സ്തബ്ധരായി കേട്ടുപോവുകയാ. പ്രവാചകൻ എന്താ പ്രസംഗിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സഹാബാ ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുന്നേ പോകുന്നൊരു മുൻവിരുന്നുകാരനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പോയി സ്വർഗം റിസർവേഷൻ ചെയ്യാൻ പോവുകയാ. ഇരിക്കുന്ന സഹാബത്തിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വാന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാ, നാളെ നിങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് സഹാബ. എന്നിട്ട് പറയുന്നില്ല, അല്ലാഹു ഇലാ ഹൗലിൽ ഈ മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി അല്ലാഹു തരുന്ന ഹൗലുൽ കൗസർ കാണുകയാ. മദീനത്തുൻ നബവിയുടെ പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നുബുവത്തിന്റെ പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന സുന്ദരമായ വരദാനമായ ആ ഹൗലുണ്ടല്ലോ, 1 മാസത്തെ വഴിദൂരമുണ്ട് എന്ന് പ്രഖ്യാപിച്ച, നക്ഷത്രങ്ങളെക്കാൾ അധികമാണ് കോപ്പകളെന്ന് പറഞ്ഞ, പാലിനേക്കാൾ വെണ്മയാണെന്ന് പറഞ്ഞ, പരിശുദ്ധമായ തേനിനേക്കാൾ മധുരമാണെന്ന് പരിചയപ്പെടുത്തിയ, കസ്തൂരിയേക്കാൾ വാസനയാണെന്ന് പറഞ്ഞ ഒരു കവളൊന്ന് കുടിച്ചാൽ ലാ യൽമഉ ബഅദഹാ അബദാ, പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാഹം വരാത്ത ഹൗലുൽ കൗസർ ഉണ്ടല്ലോ, ആ ഹൗലുൽ കൗസർ എന്ന സുന്ദരമായ ഹൗല ഞാൻ ഈ മിമ്പറിൽ നിന്ന് കാണുകയാണ് സഹാബത്തെ. ഇത്രയും പറഞ്ഞ് പരലോകത്തെ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? റസൂലുള്ള ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലും ആഖിറത്തിന്റെ കാര്യം പറയാതെ പോകൂല. ഈ പറഞ്ഞ 3 കാട്ടിൽ വരുമ്പോ നല്ല അറേബ്യൻ പെർഫ്യൂമിന്റെ വല്ലാത്തൊരു മണം അല്ലേ? അവരെ കണ്ടാൽ നല്ല ഒരു ഗൾഫുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള നടത്തം, ഇതൊക്കെ നമ്മൾ കാണും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ അവരുടെ ജോലി സ്ഥലത്തേക്കൊന്ന് പോയി നോക്കണം. 12, 13, 14 പേരൊക്കെയാണ് ഒരു ചെറിയ റൂമിൽ 2, 3 കട്ടിലായിട്ട് ഇങ്ങനെ തട്ടായ കട്ടിൽ കിടക്കുക. അവിടെ അവര് ഈ അറേബ്യൻ മണോ ഇല്ല,
അവർക്ക് അവിടെ യാതൊരു രൂപലാവണ്യങ്ങളോ അല്ലെങ്കിൽ വേഷഭൂഷാദികളോ ഒന്നുമില്ല. അവര് കഷ്ടപ്പെടുകയാണ്, അവര് പണിയെടുക്കുകയാണ്. എന്താ കഴിക്കുന്നത്? ഒരു കുബൂസ്. ആളുകൾ ടൈം ടേബിൾ വെച്ചിട്ട് ഒരാള് ഭക്ഷണം ഉണ്ടാക്കും, നന്നായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റൂല, തൈര് ഒരു റിയാൽ കൊടുത്ത് തൈര് വാങ്ങും, എന്നിട്ട് അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു വരുത്തി തീർക്കും. കാരണം മനസമാധാനത്തിന് വേണ്ടിയിട്ട്. ഭാര്യ വിളിച്ചു ചോദിക്കും, കഴിച്ചോ? കഴിച്ചു. അല്ലാത്ത ഗൾഫുകാരും ഉണ്ട്, വളരെ വിരളമാണത്. അങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഒന്നും കഴിക്കാതെ ഉടുക്കാതെ അവരുടെയൊക്കെ ഡ്രസ്സ് ഒരാഴ്ചക്കാലം ഇടും. ചിലപ്പോ കഴുകാൻ സമയമില്ല, കഴുകി അയൺ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പൈസ നാട്ടിലേക്ക് അയച്ച് ഇവിടെ നല്ല സാരിയൊക്കെ കൊടുത്തു ഭാര്യ, അല്ലെങ്കിൽ നല്ല മക്കൾ നല്ല പെന്നെ കൊണ്ട് എഴുതി നല്ല ബാഗ് കൊണ്ട് സ്കൂളിൽ പോയി നല്ല നിലയിൽ ആപ്പായും ഉമ്മായും ഒക്കെ ഗൾഫുകാരൻ മോൻ കൊണ്ടുവന്ന മുണ്ടാന്നൊക്കെ പറഞ്ഞ് ശരി അത്രയൊക്കെ അടിച്ചിങ്ങനെ പള്ളിയിലൊക്കെ വന്ന് റാഹത്തായി ഇങ്ങനെയൊക്കെ കഴിയുമ്പോ 10-30 കൊല്ലം ആകുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് വരുമ്പോ എങ്ങനെയാണ്? അയാൾക്ക് ആകെ ഉള്ളത് ആ ജീവൻ മാത്രമാണ്. തലയിലെ മുടിയെല്ലാം പോയിട്ടുണ്ടാവും, ആരോഗ്യം മുഴുവനും നശിച്ചിട്ടുണ്ടാവും. ഇയാൾക്കില്ലാത്ത ഒരു രോഗം ഉണ്ടാവൂല. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി വിശ്രമിക്കട്ടെ, ഇനി എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് കഴിക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുരയിടം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വാഹനം, ഞാൻ കഷ്ടപ്പെട്ടയച്ച എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് വരികയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നന്നായിട്ടൊന്നും നല്ലതുപോലെ വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് കഴിക്കണമെന്നൊരു പ്രവാസിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവൻ അവിടെ നിന്ന് പിടിച്ച അസുഖമായി ഇവിടെ വന്നപ്പോ ആകെ അവന് കഴിക്കാൻ പറ്റുന്നത് ഒരു ചപ്പാത്തി മാത്രമാണ്. ഇത്രയും നാള് അവൻ പണത്തിന്റെ കാവൽക്കാരനായിരുന്നു. അപ്പൊ ചോദിക്കും, ഗൾഫിൽ പോണ്ടേ? പോയില്ലെങ്കിൽ ഭാര്യ ഒരു ഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, മക്കള് മറുഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, വാപ്പ അവിടെ നിന്നുകൊണ്ട് മീശ ചുരുട്ടുക, ഉമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് അതും ഇതും പറയുക, നാട്ടുകാര് കുറ്റപ്പെടുത്തുക, പള്ളിയില് കമ്മിറ്റിക്കാര് ഭ്രഷ്ട് കൽപ്പിക്കുക, മാസവരി അടച്ചില്ല, ഉസ്താദിന് ചെലവ് കൊടുത്തില്ല, പള്ളിക്ക് ദുആക്ക് സംഭാവന തന്നില്ല. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും ഇവന്റെ മാനസികാവസ്ഥ അറിയുന്നുണ്ടോ? കോടീശ്വരന്മാരൊക്കെ കോവിഡ് സമയത്തും പ്രളയകാലത്തൊക്കെ വലിയ വലിയ റൂമൊക്കെ എടുത്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അങ്ങ് പോയി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? തീരെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ഒന്നുമില്ലാത്ത ആളുകൾ. സുനാമി കണ്ടവരല്ലേ ആറാട്ടുപുഴയുടെ പരിസര പ്രദേശങ്ങൾ, പതിയാങ്കരയുടെ പരിസര പ്രദേശങ്ങൾ സുനാമി കണ്ടതല്ലേ? ആ സമയത്തൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എത്ര സംഘടനകളാണ്. അവിടെ നിന്ന് ഒരു സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു, അപ്പോഴും മത്സരിച്ച് അടുത്ത സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു. പണക്കാരാണെങ്കിലോ നാട്ടിൽ തന്നെ ഇല്ല. പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തകര്. പെട്ടുപോയത് ആരാന്നറിയോ? മിഡിൽ ലെവലിലുള്ള ആളുകൾ. നല്ല വീടുണ്ട്, അത് പണ്ട് ഗൾഫ് പ്രതാപകാലത്ത് വെച്ച വീടാ. വീട്ടിന്റെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്, അതിൽ എണ്ണ ഉണ്ടോന്ന് വെച്ചാൽ അറിയില്ല, അത് എടുത്തിട്ട് എത്ര നാളായെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട പണക്കാരാണെന്ന് തോന്നിപ്പിക്കുന്ന പാവപ്പെട്ട കുറെ ആളുകൾ കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് സംരക്ഷണം നൽകേണ്ട സമ്പത്ത്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമ്പത്ത്, ആ ഭക്ഷണം സ്വാദോടുകൂടി കഴിക്കാൻ നമുക്ക് കഴിയാതെ ഭക്ഷണം കഴിക്കാതെ പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമുക്ക്. അപ്പൊ ആരാ അടിമ, ആരാ ഉടമ? കർഷകന്റെ കൈ ഇരുന്ന കയറ് പൊട്ടിപ്പോയപ്പോ പശു ഓടിയ ഭാഗത്തേക്ക് കർഷകൻ ഓടിയത് തന്റെ ഗുരു തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ചുമ്മാതെയാണോ? ഇന്ന് നമ്മളും അടിമകളായി മാറി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് 1 മണിക്കൂറായി, ഇനി ഒറ്റത്തിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ നിർത്തണം. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ അടിമകളായി തന്നെ ഇരിക്കുക. ദുനിയാവ് നമ്മുടെ നേതാവ്, നമ്മുടെ സൃഷ്ടാവരുത്. പണം നമ്മുടെ സൃഷ്ടാവാകരുത്. നമ്മളെ നിയന്ത്രിക്കുന്ന പണമാകരുത്, ഒരിക്കലും ആകരുത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യത്തിന് പണം ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തണം. നമ്മൾ അള്ളാന്റെ അടിമകളാകണം, അല്ലാതെ പണത്തിന്റെ അടിമകളാണ് എന്ന് റസൂല് പറഞ്ഞ ആ ഗണത്തിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇഷ്ടം പോലെ അനുഗ്രഹം കിട്ടിയവരാണ് ഈ ബനു ഇസ്രായേലികൾ. ഇഷ്ടം പോലെ അനുഗ്രഹം. ഇതെല്ലാം നടന്ന ഈ രാത്രിയാണ്. അതാ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഈ രാത്രിയിലാണ് ഇഷ്ടം
ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി കൊടുത്തു. എന്താ അനുഗ്രഹം എന്നറിയോ? മൂസാ നബി അവരെ കൊണ്ട് ഇങ്ങനെ വരികയാണ്, രക്ഷപ്പെടുത്തിയല്ലോ, രക്ഷപ്പെടുത്തി. എവർക്ക് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടു വന്നു, ഫിർഔനും പരിവാരങ്ങളൊക്കെ നശിച്ച് എല്ലാം രക്ഷപ്പെട്ട് സന്തോഷമായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഇവർക്ക് വല്ലാത്ത ദാഹം. മൂസാ നബിയല്ലേ കൊണ്ടുപോകുന്നത്. എത്ര നന്ദി കെട്ട സമൂഹമാണെന്ന് മനസ്സിലാക്കണം. എന്താ കാര്യം? അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റവും മൂസാ നബിക്കാണ്. കടലിന്റെ മുമ്പിലെത്തിയപ്പോ, ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയോ? മൂസ, നീ ഞങ്ങളെ പെടുത്തിയല്ലേ? വൽ അദുവു വറാഅന വൽ ബഹ്റു അമാമന. മുന്നില് കടല്, പിന്നില് ശത്രു. അങ്ങോട്ടോടിയ വെള്ളത്തിവിടെയാവും, പുറകിലോട്ടോടിയ ഓമാര് കുത്തിക്കൊല്ലും. ഞങ്ങൾ എന്ത് ചെയ്യും? നീ പെടിപ്പിച്ചല്ലോ നമ്മളെ, നീ ഞങ്ങൾക്ക് പണി എന്നതാണല്ലേ? നന്ദി കെട്ടത് ജനതയുടെ വാക്കുകൾ ആലോചിച്ച് നോക്കിയേ. ഇതേപോലത്തെ രാത്രിയിൽ സംസാരിച്ച വാക്ക് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പതിയാങ്കരയുടെ മണ്ണിലിരുന്നു കൊണ്ട് നമ്മൾ പറയുമ്പോ നമുക്കിതിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ കാര്യം, ഇവര് നടന്നു പോകുന്ന വഴിയിൽ ദാഹിച്ചു, വല്ലാത്ത ദാഹം. മൂസാ നബിയുടെ ജനതയ്ക്ക് ദാഹം. കൂടെ വന്ന പുറകിൽ വന്ന ആളുകള് എന്ത് ചെയ്തു? വെള്ളം കുടിച്ച് ചത്ത്. അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ നശിപ്പിച്ചത് വെള്ളം കൊണ്ട്, അല്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രോഗം മാറ്റിയത് വെള്ളം കൊണ്ട്. അതാണ് പടച്ചവൻ. അവൻ എല്ലാ കഴിവുണ്ട്. അള്ളാഹു കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, വല്ലാത്ത പൈതാഹമായി ഈ നന്ദികെട്ട അടിമകളുണ്ടല്ലോ, ഫിർഔനിന്റെ അടിമകളായി രക്ഷപ്പെടുത്തപ്പെട്ട മൂസാ നബിയുടെ ജനതയായി അള്ളാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, അവര് മൂസാ നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ? ഓ ഇരിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽ അദ്രിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുകയാ, അവർ വന്നിട്ട് മൂസാ നബിയോട് പരാതി ബോധിപ്പിക്കുകയാ. മൂസാ നബിയെ, വല്ലാത്ത ദാഹമാണ്, വിശപ്പാ, വല്ലാത്ത ദാഹമാണ്, വെള്ളം ദാഹിക്കുകയാണ്, പൈതാഹമടക്കാൻ വെള്ളം വേണം. എന്താ ചെയ്യുക? മരുഭൂമിയാണ്, മരുപ്പച്ച അകലയാണ്, ഒരു തുള്ളി വെള്ളമില്ല, ജനശൂന്യമാണ്, ഫലശൂന്യമാ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ നിർബന്ധിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നീ എന്തിനാ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത്? വെള്ളം താ ഞങ്ങൾക്ക് കുടിക്കണ്ടേ? അവിടെയാണെങ്കിൽ അവന്റെ ആട്ടും തുപ്പുമേറ്റ് നടന്നാലും വെള്ളം കിട്ടുമായിരുന്നല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് വെള്ളം കൊടുക്കണമല്ലോ, അവർക്ക് ദാഹിക്കുകയാണ്. പടച്ചവനെ, ഇത് ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണം. അല്ല കൊടുത്ത 2-3 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് കൂടി പറയാ. പ്രിയപ്പെട്ടവരെ, അവരോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു വെള്ളം വരെ സമാധാനപ്പെടുക. അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട്, പടച്ചവനെ, വെള്ളം വേണം, എന്റെ ജനത ദാഹിക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്തെന്നറിയോ? മൂസാ നബിയെ, കൈയിരിക്കുന്ന വടി കൊണ്ട് ആ കല്ലിലും നടിക്കുമോ? മൂസാ നബി അലൈഹിസ്സലാം കൈയിരിക്കുന്ന വടി കൊണ്ടൊരടി അടിച്ചപ്പോൾ അതാ വെള്ളം വരികയാ. എങ്ങനെയാ വെള്ളം വന്നതെന്നറിയോ? ഈ ബനൂ ഇസ്രായേലുകളെ 12 ഗ്രൂപ്പായിരുന്നത്രേ. 12 ഗ്രൂപ്പായിരുന്നു ഈ വന്ന അടിമകളായിരുന്ന ആളുകൾ. ആ 12 ഗോത്രങ്ങൾക്ക് 12 ഉറവകൾ അല്ലാഹു പൊട്ടിച്ചു കൊടുക്കുകയാ. ജലസേചന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ മൂസാ നബി നടപ്പിലാക്കിയത്. കൈയിരിക്കുന്ന ഒരു വടി കൊണ്ട് ആ കല്ലിലും നാനടിച്ചപ്പോ റിസാലത്തിന്റെ ആ വടി കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കല്ലിലും നടിക്കുമ്പോൾ ജലസേചന പദ്ധതി അള്ളാഹു ആവിഷ്കരിക്കുകയാ. എന്താ? 12 പാറ അള്ളാഹു 12 ആളുകൾക്ക് കൂട്ടർക്ക് കുടിക്കാൻ വേണ്ടി 12 ജലാശയം പൊട്ടുകയാ. അല്ല തന്നെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് 12 അരുവികളാ ഒഴുകിയത്. സുന്ദരമായ വെള്ളം മരുഭൂമിയിൽ വെച്ചവർ കുടിക്കുകയാ. എങ്ങനെയാണ് ഈ ഗോത്രത്തിൽപ്പെട്ടവര്
അവിടെ ചെന്ന് കുടിക്കേണ്ട കാര്യമില്ല, തിക്കും തിരക്കുമിന്റെ ആവശ്യമില്ല. എല്ലാവരും തിക്കും തിരക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കണ്ട. അള്ളാഹു പറഞ്ഞതെന്താണ്? ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹു. എല്ലാവർക്കും അവരുടെ ജലാശയം എവിടെയാണെന്നുള്ള കാണിച്ചു കൊടുക്കുകയാ. അവര് ധാരാളം വെള്ളം കുടിച്ചു. അവര് മനോഹരമായ അവരുടെ വയറ് നിറച്ച് വെള്ളം കുടിച്ചപ്പോൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാ. ഇതേപോലത്തെ രാത്രിയിലാണ് പതിയാങ്കരക്കാരാ. ആ യാത്രയുടെ ഇടയിൽ വിശക്കുകയാണ്. അവർക്ക് വല്ലാത്ത വിശപ്പ് വന്നു. ആ സമയത്ത് ആ രാത്രി കഴിഞ്ഞ് പകലാവുകയാ. ആ സമയത്ത് വിശപ്പാണ്, എന്ത് കഴിക്കണമെന്നറിയില്ല. കാരണം മരുഭൂമിയാണ്, ഒന്നും കഴിക്കാൻ അവിടെ കിട്ടുന്നില്ല. എന്താ ഞങ്ങളെ കഴിക്കുക മൂസ നബിയെ? അവിടെയാണെങ്കിൽ ആട്ടും തുപ്പും കിട്ടിയാലും ഭക്ഷണം കിട്ടുമായിരുന്നു. എന്താ നീ ഞങ്ങളെ വല്ലാതെ പണി തന്നല്ലോ മൂസ, എവിടെന്നാ ഞങ്ങള് കഴിക്കുക? മാത്രമല്ല വല്ലാത്ത ചൂടാണ്, വെയിലാണ്, ഒരു തണലില്ലാത്ത ഒരു മരുഭൂമിയിലാണല്ലോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്. ഇതിനേക്കാൾ ഫിർഔനിന്റെ കൊട്ടാരത്തില് ചൂടാണല്ലോ നല്ലത്. അതുകൊണ്ട് ഇവിടെ തണലും ഇല്ല, കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ആ സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയുന്നു, ഓ മൂസ നബിയെ വിഷമിക്കണ്ട. അല്ലാഹു തന്നെ പറയുകയാണ് സൂറത്തുൽ ബഖറ, വളല്ലൽനാ അലൈക്കുമുൽ ഗമാ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു പറയുകയാണ് വളല്ലൽനാ അലൈക്കുമുൽ ഗമാ. അല്ലാഹു അവർക്കതാ മേഘത്തെ തണലാക്കി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, മേഘം തണലാക്കി കൊടുക്കുകയാ. ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തതെന്ന് ആലോചിക്കണേ മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം പെങ്ങളെ. അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ. കുടിക്കാൻ അവർക്ക് 12 ജലാശയങ്ങളെ പൊട്ടിച്ച് കീറിക്കൊടുത്തല്ല. വയറ് നിറച്ചപ്പോൾ ഞങ്ങൾക്ക് തണലില്ലാന്ന് ആശങ്കപ്പെട്ട ആവലാതിപ്പെട്ടവർക്ക് മേഘം തണലിട്ട് കൊടുത്തു. എന്നിട്ട് വിശക്കുകയാണെന്ന് പറഞ്ഞവർക്ക് അല്ലാഹു കൊടുത്തത് ഇവിടത്തെ റേഷനരിയുള്ള ഭക്ഷണമല്ല, ഇവിടത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമല്ല. അല്ലാഹു പറയുന്നു, വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു തആല ഹൽവ പോലത്തെ മധുരമുള്ള മനോഹരമായ കട്ടിത്തേന്, അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയും അഭിപ്രായപ്പെടുന്ന മൻസൽവയും കൊടുക്കുകയാ. അവർക്ക് റേഷൻ കാർഡ് വേണ്ട, അവർക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണ്ട, അവർക്ക് ഒരു സ്ഥലത്തും ചെന്ന് ക്യൂ നിൽക്കണ്ട. ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഭൂമിയുടെ ഉടമസ്ഥനായ അല്ലാഹ് ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. ഒരിക്കലും മൻസൽവ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല, ഒരിക്കലും ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയെടുത്തതല്ല, ഏതെങ്കിലും മരപ്പിൽ നിന്ന് പറിച്ചെടുത്തതല്ല. കാരണം അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? വഅൻസൽനാ, നാം ഇറക്കി എന്നാ പറഞ്ഞത്. ഈ വാക്ക് അല്ലാഹു പിന്നീട് പറയുന്ന മഴ ഇറക്കുന്ന കാര്യത്തിലാ. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു മൻസൽവയുടെ കാര്യത്തിൽ പറഞ്ഞത്. മഴ പെയ്യുന്നത് പോലെ വല്ലാതെ വിറങ്ങലിച്ച് പൈതാകമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, പ്രിയപ്പെട്ടവരെ, പൈതാകമടക്കാൻ കഴിയാതെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനങ്ങളുടെ മുന്നില് കർക്കിടകം പെയ്യിപ്പിക്കുന്ന അള്ളയില്ലേ, അതേ പെയ്യിപ്പിക്കൽ പോലെ പടച്ചവൻ ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. എന്താണ് ഇറക്കി കൊടുത്തത്? മൻസൽവ എന്ന് പറയുന്ന മനോഹരമായ ഭക്ഷണത്തെ അല്ലാഹു ഇറക്കി കൊടുക്കുകയാ. അവര് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഇന്നേവരെ കഴിച്ചിട്ടില്ല. അവര് കഴിച്ചതോ പ്രിയപ്പെട്ടവരെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചെറിയുന്ന എച്ചിലുകളായിരുന്നല്ലോ കഴിച്ചത്. ഇന്നവർ കഴിക്കുന്നത് ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാ ആകാശലോകത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത കട്ടിത്തേന്, അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചി. അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾക്ക് പലതും ഉണ്ടാകാം, പക്ഷെ മൻസൽവ എന്ന് തന്നെ നമുക്ക് അർത്ഥം വെക്കാം. അതേ ആകാശത്തിൽ നിന്ന് മൻസൽവ അല്ലാഹു ഇറക്കിക്കൊടുത്ത വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം നടത്തി. അവര് നന്നായിട്ട് കുടിച്ചു, നന്നായിട്ട് കഴിച്ചു, നന്നായിട്ട് തണല് കൊണ്ടു. ആ സമയത്ത് ഇവരുടെ നന്ദികേട് നോക്കണേ. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരു ദിവസം അവര് വരികയാ. എന്നിട്ട് മൂസാ നബിയോട് പറയുകയാണ്, മൂസ നബിയെ, ഞങ്ങൾക്ക് സംതൃപ്തിയില്ല, ഞങ്ങൾ സംതൃപ്തരല്ല, ഞങ്ങൾക്ക് ഈ ഭക്ഷണം
ഭക്ഷണം പോരാ, ഞങ്ങൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുകയാണ്, വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്, ഞങ്ങൾക്കൊരു ചേഞ്ച് വരുത്താൻ നിന്റെ പടച്ചോനോടൊന്ന് പറയോ. മൂസാ നബി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ പതിയാങ്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേൾക്കണേ, ഈ പറഞ്ഞ ഈ നന്ദി കെട്ട കൗമ പറഞ്ഞതെന്തെന്നറിയോ? അല്ല തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം പോരാ, ഇവിടുന്ന് ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കഴിച്ചാ പോരാ. മൂസ, ഞങ്ങൾ എത്ര നാള് കൊണ്ട് മഞ്ഞ് തിന്നുകയാണ്, സെൽവ കഴിക്കുകയാ, ഞങ്ങൾക്ക് ഇത് മാത്രം കഴിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഭക്ഷണത്തിന്റെ മേലെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് നിന്റെ പടച്ചോനോട് നീ ഒന്ന് ചോദിക്കണം, എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്നറിയോ? ഭൂമിയിൽ നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞൂടെ? മൂസാ നബി ചോദിച്ചു, എന്താടാ നിങ്ങൾക്ക് വേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുകയാ, അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ട മിംബഖ്ലിഹ ചീരയാണ്, വകിസായിഹ കക്കരിക്കയാണ്, വഫൂമിഹ ഗോതമ്പാണ്, വഅദസിഹ പയറാണ്, വബസലിഹ ഉള്ളിയാണ്, ഞങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണ്, വെജിറ്റബിളാ ഞങ്ങൾക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവോ. ബുദ്ധിമാന് സൂചന മതി എന്നല്ലേ ഇവര് പറയുന്നു. ഞങ്ങൾക്ക് ഇനി ഇറച്ചി വേണ്ട, ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി, പച്ചക്കറി മാത്രം മതി എന്ന് പറഞ്ഞപ്പോ, അതും എങ്ങനത്തെ പച്ചക്കറിയാണ്? ഞങ്ങൾക്ക് ചീര വേണം, കക്കരിക്ക വേണം, പയറ് വേണം, ഉള്ളി വേണം, ഗോതമ്പ് വേണം, ഇതെല്ലാം ഞങ്ങൾക്ക് വേണം, നിന്റെ മൻസൽ വേണം, ഞങ്ങൾക്ക് ഇനി വേണ്ട. ഇതങ്ങോട്ട് പറയുമ്പോ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് പറയുന്ന, മൂസ നബിയെ ചോദിക്ക്, അവരോട് ധീരമായി ചോദിക്ക്, അതസ്തബ്ദിലൂന الذي هو أدنى بالذي هو خير. ഏറ്റവും ശ്രേഷ്ഠമായ കരണീയമായ ഭക്ഷണം നിങ്ങൾക്ക് തന്നപ്പോ അതിനെ മാറ്റിമറിച്ചിട്ട് ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ ഏറ്റവും ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ, നിങ്ങൾ ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ചില ആളുകൾ പറയുമല്ലോ, ഞങ്ങൾക്ക് ഇറച്ചിയോട് വെറുപ്പാണ്, ഞങ്ങൾ പച്ചക്കറിയുടെ ആളുകളാണ്. അല്ല പറഞ്ഞത് എന്താണ്? പച്ചക്കറി അങ്ങേയറ്റം താഴ്ന്ന വസ്തുവാണ്, ഖൈറായ വസ്തു ഏതാണ്? ഇറച്ചി തന്നെയാണ്. അല്ല പറഞ്ഞത്, തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഖൈറായ കാടപ്പക്ഷിയുടെ ഇറച്ചിയേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണോ? നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയുമാണോ? ഇത് മൂസാ നബിയുടെ ജനതയോട് ചോദിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാ. ഇത് ഇന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്തെന്നറിയോ? ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, വെള്ളം കുടിക്കാൻ വല്ലാത്ത പൈതാഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, 12 ഗോത്രത്തിനും 12 ജലാശയം കീറിക്കൊടുത്ത അല്ലാ, വല്ലാതെ മരുഭൂമിയാണ് വെയിലെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിൽ മരുപ്പച്ചാകലയല്ലേ? എവിടെയാണ് ഒരു ഇല പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു മേഘത്തിനെ കൊണ്ടുവന്നവർക്ക് തണലിട്ട് കൊടുത്തു. അവര് നിൽക്കുന്നതിന്റെ എല്ലാ ഭാഗത്തും അല്ലാഹു ചൂടും വെയിലും കൊടുത്തപ്പോൾ ഇവർക്ക് അല്ലാഹു തണല് കൊടുത്തില്ലേ? എന്നിട്ട് അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ രുചികരമായ ആകാശ ലോകത്തിൽ നിന്ന് മനോഹരമായ പലഹാരമിറക്കി അല്ലാഹു അവരെ സൽക്കരിച്ചില്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞത്? പോരാ പോരാ, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, ഞങ്ങൾ പറയുന്നത് വിളമ്പാ നിന്റെ പടച്ചവന് പറ്റുമോ? ഈ ഉമ്മത്തിന്റെ പരാജയത്തിന്റെ കാരണവും അവിടെയാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ. എത്രത്തോളം എന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ കഅബ് ബിൻ മാലിക്കുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഈ പറയുന്ന ഹദീസിന്റെ പ്രിയപ്പെട്ടവരൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ആടിനടുത്തേക്ക് 2 ചെന്നായ പറഞ്ഞു വിടുകയാണ്. ഒരു ആട് നിൽക്കുന്ന ഭാഗത്തേക്ക് 2 ചെന്നായ വരികയാണ്. സങ്കൽപ്പിച്ചു നോക്ക്.
നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു ആട്ടിൻകുട്ടി നിൽക്കുകയാണ്, അതിന്റെ മുന്നിലേക്ക് 2 ചെമ്മായ വരികയാണ്. ആ ചെമ്മായ എങ്ങനെയാണോ ആ ആട്ടിൻകുട്ടിയെ നശിപ്പിക്കുന്നത്, 2 ചെമ്മായിക്കൾ ആട്ടിൻകുട്ടി എങ്ങനാണോ നശിപ്പിക്കുന്നത്, അതിനേക്കാൾ ഭീകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം, അവൻ വലിയ ആളാകാനുള്ള, പൊങ്ങച്ചക്കാരനാകാൻ ആഗ്രഹിക്കുന്ന, അവന്റെ ആ മാന്യതയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊതിക്കുന്ന, ഒരു നാട്ടിലെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് അവന് കൊതിക്കാറുണ്ടല്ലോ. ഞാനാണോ മറ്റവനെന്ന ചിന്തയുണ്ടല്ലോ, ആ ഞാനാണ് മറ്റവനെന്ന ചിന്തയും, എനിക്കാണ് പൈസയുള്ളതെന്ന അഹങ്കാരോ, അതുപോലെ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയും ഉണ്ടല്ലോ. ആ വ്യഗ്രതയും എങ്ങനാണോ അവന്റെ ദീനിനെ നശിപ്പിക്കുന്നത്, റസൂലുള്ള ഇതിനപ്പുറം വേറെ ഉദാഹരണം പറയേണ്ടതില്ല. മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഇത്രയും വലിയ ഉദാഹരണത്തിനപ്പുറം റസൂലുള്ള വേറെ പറയണോ? 2 ചെമ്മായിക്കളുടെ സ്ഥാനത്ത് ഏതാണ് അവൻ വലിയവനാണെന്ന ധാരണ, അതുപോലെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്തിയും 2 ചെമ്മായിയുടെ സ്ഥാനത്തെങ്കിൽ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്തുള്ളത് ദീനാണ് മക്കളെ. ആ ദീന് എങ്ങനെയാണോ ഈ മനുഷ്യന് ആ അത്യാഗ്രഹവും അതുപോലെ തന്നെ ഔന്നത്യവും എങ്ങനെയാണോ അവന്റെ ദീനെ നശിപ്പിക്കുന്നത്, ആ നാശം 2 ചെന്നായ്ക്കൾ ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ വലിയ ആളാണെന്ന് നമ്മളാണോ പറയേണ്ടത്? അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്ന് ഞാനല്ല പറയേണ്ടത്, അത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് നടന്നാൽ ഞാൻ ഒന്നുമല്ല എന്നാണ് അർത്ഥം. ഒരാൾക്ക് വില കൽപ്പിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ എന്തുകൊണ്ടാണ് അവരെ കൂടുതൽ സ്മരിക്കാതെ പോകുന്നത്? പതിയാങ്കര ഉസ്താദ് ജീവിച്ചിരുന്നു, ഇപ്പൊ 18ാമത്തെ ആണ്ടാണ്. ഈ 18ാമത്തെ ആണ്ടിന് നമ്മുടെയൊക്കെ വിശ്വാസം അദ്ദേഹം ഖബറിൽ കിടന്ന് നമ്മളെ എല്ലാ സംസാരവും കേൾക്കുന്നു എന്നല്ലേ? അങ്ങനെയല്ലല്ലേ വിശ്വസിക്കേണ്ടതും? അങ്ങനെയാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും. അതിന് വ്യക്തമായ രേഖകളും തെളിവുകളും പ്രമാണങ്ങളും പ്രാമാണികതകളും ഉണ്ടല്ലോ, ഹദീസുകൾ ഉണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ ഇത്രത്തോളം നമ്മൾ ഇങ്ങനെ പുകഴ്ത്തുകയും, അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന്റെ ഒരു നവോത്ഥാന നായകനായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചതിന് ശേഷം ആ മനുഷ്യന് എന്ത് ഹുങ്കുണ്ടാവാനാ? മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് എന്ത് അഹങ്കാരം ഉണ്ടാവാനാ? ഉമ്മൻചാണ്ടി, ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമല്ല, ഉമ്മൻചാണ്ടി മരണപ്പെട്ടു, EK നയനാർ മരണപ്പെട്ടു, ലീഡർ K കരുണാകരൻ മരണപ്പെട്ടു. കേരള ചരിത്രത്തിൽ 3 പേർക്കാണ് ഇത്രയും വലിയ ഒരു ജനാവലി ഉണ്ടായത്, 3 ആളുകൾക്കാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്കുണ്ടായ ജനപിന്തുണ, ഈ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായിട്ട് വിലാപയാത്ര നടത്തി 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെത്തി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് വരെയുള്ള, അതിനുശേഷമുള്ളത് പോകട്ടെ, ഈ ജനാവലി ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പാർട്ടി ജയിച്ചു വരൂലേ? പിന്നെ വേറൊരു പക്ഷം പിന്നെ ഉണ്ടാവുമോ? ഇടതുപക്ഷമായാലും മറ്റേത് പക്ഷം ഉണ്ടാവൂലല്ലോ. ഒരാളും മരിച്ചതിനു ശേഷം അയാളോട് കാണിക്കുന്നത് കൂടുതൽ, രാഷ്ട്രീയക്കാർ പൊതുവെ അങ്ങനെയാണ്, രാഷ്ട്രീയമാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ രാഷ്ട്രീയ വേദി ഇവിടെ നിന്നുകൊണ്ട് അവരത്തെ വിളിക്കും, അവിടെ അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ അങ്ങനെയാണ്. പക്ഷെ ഒരാൾ മരണപ്പെട്ടാൽ അവരെ അനുശോചിക്കും, അവരവരെ അനുശോചിക്കും. കാരണം എന്താണ്? മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഹുങ്കുണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ഞാനാണ് എന്ന ഒരു ധാരണ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ പറഞ്ഞോട്ടെ നമ്മൾ അന്നാളാണ് ഇന്നാളാണ്, അത് പറഞ്ഞോട്ടെ, അത് പറയിപ്പിക്കണം. അതാണ് ഇബ്രാഹിം നബി ദുആ, പടച്ചവനെ ലോക അവസാനം വരെ വരുന്ന ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം. എന്താ ഗുണമെന്നറിയോ ആ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരം? എന്താ? ഇശാനിസ്കാരത്തിൽ ആദം നബിയുടെ പേര് പറഞ്ഞ ആരാ ഉള്ളത്? നൂഹ് നബിയുടെ പേര് പറഞ്ഞ ആരാ ഉള്ളത്? നമ്മുടെ നിസ്കാരങ്ങളിൽ അഷ്റഫുൽ ഖൽഖിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരേ ഒരു പേര് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് നിസ്കാരത്തിൽ മാത്രമല്ല, മയ്യത്ത് നിസ്കാരത്തിലും പറയും.
രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം. ആ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ പറ്റി നല്ലത് പറയണം. പതിയാങ്കര ഉസ്താദിന്റെ 18ാമത് ആണ്ട് ഇവിടെ നടക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ ദ്വാരന്നു, നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നത് 19, 20 ഒക്കെ നമ്മൾ ആണ്ട് നടത്തുന്നത് നല്ലത് തന്നെയാണ്, നടത്തിക്കോളിയും. അതോടൊപ്പം നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഇതേപോലെ ആൾക്കൂട്ടം ഉണ്ടാവുന്ന തരത്തിൽ നല്ല ജീവിതം നയിക്കാൻ കഴിയണം. അല്ലാതെ എല്ലാ കൊല്ലവും ആണ്ട് നടത്തിയിട്ട് നമ്മളങ്ങ് എങ്ങനെയും മരിച്ചു പോയാൽ മതിയോ? പോരാ, നമ്മൾ അതുപോലെ ആകണം. അതാണ് പതിയാങ്കര ഉസ്താദ് ആഗ്രഹിക്കുന്നതാണ്. അതിന് വേണ്ട കാര്യം എന്താണ്? ഞാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. അവരുടെ ആഗ്രഹം അതാണ്. മരണ വീട്ടിൽ പോയാൽ ഞാനാണ് മയ്യത്ത് എന്ന് പറയണം, കല്യാണ വീട്ടിൽ പോയാൽ ഞാനാണ് പുതിയാപ്പിള. എല്ലാവരും എന്നെ എടുത്തു പൊക്കണം, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, എന്നെ എല്ലാവരും നോക്കണം. ആ ഒരു ചിന്ത അത് മാറണം. അങ്ങനെ അത് ദീനിനെ നശിപ്പിക്കും. ഏതുപോലെ? ചെന്നായുടെ മുന്നിൽ ആട്ടിൻകുട്ടി പെട്ടതുപോലെയാണ്. പറയേണ്ട കാര്യമുണ്ടോ? അതേപോലെ അത്യാഗ്രഹം വലിയ പ്രശ്നമാണ്. സമ്പത്തിന് വേണ്ടിയിട്ടുള്ള കൊതിയുണ്ടല്ലോ, ആ അത്യാഗ്രഹം വലിയ പ്രശ്നമാണ്. 35ാമത്തെ വയസ്സില് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രശസ്തനായിരിക്കുമ്പോ സ്വാമി വിവേകാനന്ദന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കുഗ്രാമത്തിലെ ഒരു നദിക്കരയിലുള്ള ചെറിയൊരു കുടിലിൽ താമസമാക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ. 35ാമത്തെ വയസ്സിൽ ലോക പ്രശസ്തനായി, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലെ ഏറെ പ്രിയനായി, ഏറെ പ്രശസ്തനായി മാറുന്നു. ആ സമയത്താണ് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിലെ ഒരു അരുവിയുടെ ഒരു പുഴക്കരയിലെ ഒരു ചെറിയ കുടിലിലെ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ആളുകൾ ചോദിച്ചു, സ്വാമിജി നിങ്ങൾ എന്തിനാ ഇങ്ങനെ താമസം മാറുന്നത്? മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ടേ എന്നാ തിരിച്ചുള്ള ചോദ്യം. സ്വാമി വിവേകാനന്ദൻ അങ്ങനെയുള്ളവരാ സ്വാമി, അല്ലാതെ ഉത്തർപ്രദേശത്തിലെ സ്വാമിയുടെ വേഷം ധരിച്ച വൃത്തികെട്ടവനല്ല സ്വാമി. സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ്. ആ സ്വാമി വിവേകാനന്ദനെ പറഞ്ഞതെന്തെന്നറിയോ? മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറാകണ്ടേ? 35 വയസ്സല്ലേ ആയോളൂ, പിന്നെന്തിനാ മരണത്തിന് വേണ്ടി തയ്യാറാകുന്നതെന്ന് ചോദിച്ചു ആരോരാൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്തെന്നറിയോ? 35 വയസ്സായെന്നത് ശരി തന്നെയാണ്, പക്ഷേ ഈ ഭൗതിക ലോകമാകുന്ന ഈ ലോകത്ത് ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഈ ലോകമെന്ന് പറയുന്ന വലിയ ഒരു കുടുംബത്തിലെ ഒരു വേലക്കാരിയാണ് ഞാൻ. ചൂലെടുത്ത് തൂക്കണം, പാത്രമെടുത്ത് കഴുകി വെക്കണം, തുണിവാരി അലക്കി വെക്കണം, അതെല്ലാം പറക്കി വെക്കണം. എന്നിട്ട് ഞാൻ പ്രായമാകുമ്പോൾ അടുത്ത ജോലിക്കാർ വരുമ്പോ വീട് മാറി കൊടുക്കണം, ആ വീട്ടിൽ അടുത്ത ആളുകൾ പണിയെടുക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ഒരു ഖലീഫയല്ല, ഒരു അമീറുൽ മുഅ്മിനീനല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്ന സ്വാമി വിവേകാനന്ദനാ. സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. ഇതാരാ പറയുന്നത്? മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉവൈസുൽ ഖർനിയുടെ കയ്യിൽ കുറച്ച് പണം കൊണ്ട് ഒരാൾ കൊടുത്തു. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി പറയുകയാണ്, ഉവൈസുൽ ഖർനി പറഞ്ഞു, അത്രേ എനിക്ക് പണം എന്തിനാ? എനിക്ക് പണം വേണ്ട, എന്റെ കയ്യിൽ 1 ദീനാറുണ്ട്, എനിക്ക് അത് മതി. ആ സമയത്ത് ഇയാള് ചോദിച്ചു, അത്ര ഈ 1 ദീനാറ് കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? എത്ര ദിവസം ജീവിക്കും? ഞാൻ ഒരു കാര്യം ആമുഖം പറയാം, ഇത് പ്രസംഗിക്കാനല്ലാതെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഞാൻ ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ കാരണം എന്നറിയോ? ചില ആളുകൾ പറയും, അങ്ങനെയാണല്ലോ പറയാം, അവർക്കൊക്കെ എന്താ പറഞ്ഞുകൂടാത്തെ? ശരിയാണ്, നമുക്കൊക്കെ പറയാനേ അറിയൂ, നിങ്ങൾക്ക് കേൾക്കാൻ. 1 ദീനാർ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്റെ കയ്യിൽ 1 ദീനാർ ഉണ്ട്, എനിക്കത് മതി. ചോദിച്ചു, 1 ദീനാർ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാ? എത്ര നാളെ ജീവിക്കും? ഉവൈസുൽ ഖർനി തിരിച്ചൊരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ചോദ്യകർത്താവ് ഓടി വിളിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? ഈ 1 ദീനാർ തീരുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഈ സംശയം നിനക്കുണ്ടാവുന്നത്? ആവശ്യമില്ലാതെ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് പറഞ്ഞിട്ട്
അയാളെ സംസ്കരിക്കാൻ ഉവൈസുൽ ഖർണിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത്യാഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. സ്വാമി വിവേകാനന്ദന് എന്താകാമായിരുന്നു? പടിഞ്ഞാറൻ ശക്തികൾ, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരാളായി സ്വാമിജിക്ക് മാറാൻ കഴിയുമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ അപ്പോഴാണ് കുടില് വന്ന്, കൊട്ടാരത്തിൽ കിടക്കേണ്ടവൻ കുടില് വന്ന് താമസിക്കുന്നത് 98 വയസ്സ് കഴിഞ്ഞപ്പോഴല്ല, 35 വയസ്സുള്ളപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെന്തുകൊണ്ടാണ്? അത്യാഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അത്യാഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, അത്യാർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം അതാണ്. മറ്റുള്ളവന് കൊടുക്കാൻ ഒരു മോഹം നമുക്ക് ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതൊക്കെ നടക്കുന്ന ഈ രാത്രിയും രാത്രി കഴിഞ്ഞുള്ള പകലിലുമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ ഇവിടെ ജൗഹരി പരിശുദ്ധമായ ഹിജറ, റസൂലുള്ളാഹിന്റെ ഹിജറയെ പറ്റി പറഞ്ഞു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. പിന്നെന്താ? പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്ദേശം. ഹിജറ നിബിധങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ല വലിയ കാര്യം, അതിന് പരിഹാരമുണ്ടായി എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പരിഹാരം മദീനയായിരുന്നു. നിക്കാൻ മക്കയിൽ കഴിഞ്ഞില്ല, മദീനയിൽ പോയി. ഹിജറ ഉണ്ടാകണമെങ്കിലേ, അഥവാ ഒരു പീഡിപ്പിക്കപ്പെടുന്നവന്, മർദ്ദിക്കപ്പെടുന്നവന് ഒന്ന് സമാധാനം വേണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അൻസാറുകളാണ്. മുഹാജിരികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മക്കക്കാര് മാത്രം ഉണ്ടായെങ്കിൽ ഹിജറ പൂർത്തിയാവൂല, മദീനക്കാർ കൂടെ വേണമായിരുന്നു. ഹിജറയും നസ്റും വേണം, അതാണ് മുഹാജിറും അൻസാറും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എവിടെ കൊണ്ട് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, ഹിജറ മക്കക്കാര്, വൽ അൻസാർ നസ്ർ മദീനക്കാർ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഹിജറ പൂർത്തിയാവൂ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവന് കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാക്കണം. അൻസാറുകൾ അങ്ങനെ ആയിരുന്നു. എന്താ ചെയ്തത്? മക്കയെന്ന് വന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അള്ളാന്റെ റസൂല് മദീനക്കാരനായ ഒരു സഹാബിയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സഹോദരങ്ങളാണ്. തീർന്നു. അതോടുകൂടി 455 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കയെന്ന് വന്ന ഒരാള് ഇന്ന് വരെ കണ്ടിട്ടില്ല. മദീനയിൽ വന്നപ്പോ മദീനക്കാരനായ ഒരാളുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ള പറയും, ഇനി നിങ്ങൾ സഹോദരങ്ങളാണ്. ശരി നബിയെ. ഈ സഹാബി ആ സഹാബിയുടെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയത് വീട്ടിലേക്കാണ്. എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഭക്ഷണം കൊടുത്തെന്ന് അല്ല. വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാരിൽ ഒരാളെ ഞാൻ മൊഴി ചൊല്ലുകയാ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരാ. 2 ഭാര്യമാരുള്ള എനിക്ക് ഒരു ഭാര്യയുടെ ആവശ്യമല്ലേ ഉള്ളൂ, ഒരു ഭാര്യ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാ. സന്തോഷത്തോടെ അദ്ദേഹം സ്തബ്ധനായി പോയി. അവിടെ നിന്ന് നേരെ കൈപിടിച്ചുകൊണ്ട് തൊട്ടടുത്ത തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാ. എന്നിട്ട് പറയുന്നു, സഹോദര, ഈ 2 തോട്ടവും എന്റെ തോട്ടമാണ്, ഇഷ്ടമുള്ളത് ഏതാണെന്ന് പറ, ഞാൻ നിനക്ക് ഹദിയയായങ്ങ് തന്നേക്കാ. കാരണം എന്റെ വാപ്പാക്ക് പിറക്കാത്ത, ഉമ്മാക്ക് പിറക്കാത്ത ഒരു സഹോദരനാണ് നിങ്ങള്. റസൂലുള്ള പറഞ്ഞത് എന്റെ സഹോദരൻ എന്നാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താ സഹോദരൻ? ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് പറയാം, ഞങ്ങള് അടുത്ത നാട്ടുകാരാ, 10-20 കിലോമീറ്റർ ഉള്ളല്ലേ. ഉസ്താദിനെ ഞാൻ പറയാൻ, ഉസ്താദ് എന്റെ സഹോദരനാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ചാടിക്കേറി എല്ലാരും അങ്ങനെ പറയാൻ പറ്റൂല. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ പ്ലസ് ഉദരം സമം സഹോദരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ ഉമ്മയുടെ ഉദരത്തിൽ എന്നോടൊപ്പം സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇപ്പോ ഒരു ന്യൂജൻ ഭാഷയാണ് കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യന് ഞാൻ സഹോദരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ വയറ്റിൽ പറന്നവനാണ് എന്നല്ലേ? അപ്പൊ എന്റെ സ്വത്ത് നിനക്ക് കൂടെ വേണ്ടേ? അതുകൊണ്ട് എന്റെ ഭാര്യമാരിൽ ഒരാളെ നിനക്ക് ഞാൻ തരാ. എന്റെ സ്വത്തിൽ ഞാൻ ഒരു തോട്ടം നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? അവർക്കും അത്യാഗ്രഹമില്ല. ഈ അൻസാരിയായ സഹാബിക്ക് അത്യാഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഈ മക്കക്കാരനോ തീരെ അത്യാഗ്രഹമില്ല. നമ്മളാണെങ്കിൽ പറയും, നീ എനിക്ക് തരാൻ പോകുന്ന പെണ്ണേതാണെന്ന് കാണിച്ചു തരുമോ? ഞാൻ ചോദിക്കും, നീ എനിക്ക്
എനിക്ക് തരുന്ന തോട്ടമേതാണ്? പിന്നീട് നിന്റെ മക്കൾ അവകാശം പറഞ്ഞെങ്ങാനും വരുവോ? ഇതൊക്കെയല്ലേ നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറായ പ്രിയപ്പെട്ട സഹാബിക്ക് മാറ്റി ആഗ്രഹമില്ല. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ബറക്കല്ലാഹു ഫീ മാലിക വഅഹ്ലിക. അല്ലാഹ് നിന്റെ സമ്പത്തിലും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ചൊരിയട്ടെ. എനിക്ക് വേണ്ട സഹോദരാ, എനിക്ക് വേണ്ടത് എന്തെന്നറിയോ? ഇവിടത്തെ മാർക്കറ്റ് ഏതാണെന്നൊന്ന് കാണിച്ചു തരുമോ? അവിടെ ഞാൻ ബിസിനസ് ചെയ്യാം, ഞാൻ അതുവഴി സമ്പത്ത് ഉണ്ടാക്കിക്കൊള്ളാം. അതാണ് അത്യാഗ്രഹമില്ലായ്മ. ഒരാളൊരു വസ്തു വിറ്റു. ഞാൻ ചുരുക്കി പറയാൻ സമയമായി. ഇനി 15-20 മിനിറ്റിലെ ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഒരാളൊരു സ്ഥലം വിറ്റു. സ്ഥലം വാങ്ങിയ ആൾ മണ്ണ് കിളയ്ക്കുന്ന സമയത്ത് അതിനകത്തൊരു സ്വർണത്തിന്റെ കുടം കണ്ടു. നമ്മളടങ്ങി എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം ചോദിക്കേണ്ട അറിയില്ലല്ലോ. ഇയാൾ ഈ സ്വർണത്തിന്റെ കുടം എടുത്തു. ഈ സ്വർണത്തിന്റെ കുടം എടുത്തിട്ട് സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അൻസാരി ഒരാളൊരു വീട് വസ്തു വിറ്റു. ആ വസ്തു വാങ്ങിയ ആള് പൈസ ഇടുമ്പോഴും ശ്രദ്ധ ഇങ്ങോട്ട് വേണം കേട്ടോ. നമുക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. നമുക്കൊന്നും ഒരിക്കലും കഴിയാത്തൊരു കാര്യം. നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോ ബന്ധങ്ങൾ നമുക്ക് തമ്മിൽ പിണക്കങ്ങളല്ലേ നമുക്കുള്ളത്. എത്ര നോമ്പുടിച്ചാലെന്താ, എത്ര നിസ്കരിച്ചാലെന്താ, പിണക്കങ്ങൾ മാറ്റാതെ ഞാൻ അഭിമാനത്തോടെ പറയാം, അൽഹംദുലില്ലാ, എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് ഒരാളോടും പിണക്കമില്ല. എനിക്ക് എന്റെ ഓർമ്മയിൽ ആരുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്നില്ല. ഒരാളുമായിട്ടും എനിക്ക് പിണക്കമില്ല. അൽഹംദുലില്ലാ. നമുക്ക് ആരോടും പിണക്കം വേണ്ട. പിണങ്ങിയിട്ട് ഒരു ചാൺ മുകളിലേക്ക് നമ്മുടെ അമലുകൾ അല്ലാഹു ഉയർത്തൂല. അത് നോമ്പാണെങ്കിലും ശരി, അത് നിസ്കാരമാണെങ്കിലും ശരി, അത് ദീനീ സേവനമാണെങ്കിലും ശരി, എന്താണെങ്കിലും ഒരു ചാൺ മുകളിലേക്ക് നമ്മുടെ അമലുകൾ അല്ലാഹു ഉയർത്തൂല. പിണക്കങ്ങൾ മാറ്റിവെക്കുക. കൽബിൽ ആരോടും പക വേണ്ട. നമുക്ക് ആരോടും ദേഷ്യം വേണ്ട. ആരോടും നമുക്ക് വൈരാഗ്യം വേണ്ട. നമുക്ക് ആരോടും പ്രതിഷേധം വേണ്ട. ഒന്നും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നു, ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യമായി പറയുന്നത്. ഒരാളൊരു വസ്തു വിറ്റു, ഒരു പുരയിടം വിറ്റു. അത് വാങ്ങിയ ആളുണ്ടല്ലോ, അയാൾ മണ്ണ് കളയ്ക്കുമ്പോൾ ഒരു സ്വർണത്തിന്റെ ഒരു 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 കുടം അയാൾ അത്ഭുതപ്പെട്ടു. അതും എടുത്ത് നേരെ വസ്തു വിറ്റ ആളുടെ വീട്ടിൽ വരിക. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ ആ നിങ്ങളെ വാങ്ങിയ വസ്തു കിളയ്ക്കുമ്പോ അതിൽ നിന്ന് കിട്ടിയ സാധനമാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ന്യായമായി നമ്മൾ പറയും ചെയ്തിരിക്കുക. ചിലപ്പോൾ ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും. പക്ഷെ അയാളുടെ മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്നു സഹോദര, വസ്തു നിങ്ങൾക്ക് വിറ്റതോടുകൂടി അതിലുള്ള എല്ലാ ചരക്കുകളും എല്ലാ സാധനങ്ങളും കൂടെ നിങ്ങൾക്ക് ഞാൻ തന്നു. അതുകൊണ്ട് പടച്ചോനൊക്കെ രീതി എനിക്ക് തരല്, നിങ്ങൾ കൊണ്ടുപോയിക്കോ. ആരോ മുട്ടയില് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്ന കുടം എടുത്തോണ്ട് കൊടുത്ത കാര്യമല്ല ഈ പറയുന്നത്. നിറച്ച് സ്വർണത്തിന്റെ നാണയങ്ങളാണ്. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങിയത് വസ്തു മാത്രമാണ്, സ്വർണം നിങ്ങൾക്കുള്ളതാണ്. കൊടുത്താള് പറഞ്ഞു, പടച്ചോനാണ്, പറ്റൂല, ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നതാ, എന്നെ മുമ്പിൽ നിന്ന് എടുത്തോണ്ട് പോകണം. വാശിയായി. അവസാനം അടി നടക്കുമെന്നുള്ള അവസ്ഥ എത്തി. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അടി നടക്കുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോ കാളിയുടെ മുന്നിൽ സമീപിച്ചു. ഇതിനൊരു പരിഹാരം വേണം. എന്താ പ്രശ്നം? കാളി തന്നെ ചിരിച്ചുപോയി. ഇങ്ങനെ ഒരു കേസുണ്ടോ? അപ്പൊ അദ്ദേഹം ഉചിതമായൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്നറിയോ? ഇയാളൊട്ടും ഇത് വാങ്ങുന്നുമില്ല, അയാൾക്കൊട്ടും ഇത് വേണ്ടെന്നാണ്. നമ്മളാണെങ്കിൽ പറയാം, എന്നാ പിന്നെ പള്ളിക്ക് കൊടുക്കുക. അങ്ങനെ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് നമുക്കുള്ളത്. അങ്ങോട്ട് പോയി 5 രൂപ കടം ആർക്കും വേണ്ട എടുത്ത് പള്ളിക്കുറ്റിയിലിട. ആർക്കും വേണ്ടാത്ത അള്ളാഹ് കൊടുക്കുക. എന്താ പടച്ചോൻ അത്ര ദരിദ്രന? ആർക്കും വേണ്ടാത്ത പള്ളിക്ക് കിടക്കട്ടെ. ചില വലിയ മോലാളിമാരുണ്ട്, 10-20 ചെമ്പ് ബിരിയാണി വെച്ചിട്ട് കല്യാണം നടത്തും. അവസാനം 2 ചെമ്പ് ബിരിയാണി മിച്ചം വന്നു. എന്താ ചെയ്യാ? എന്തായിരിക്കും? അവിടെ പള്ളിയിൽ പിള്ളേരുണ്ട്, ദറസിലെ മുത്തലിമീൻ, അവിടെ കൊടുക്കാം. ഉളുപ്പുണ്ടോ എന്റെ കൗമിങ്ങളെ? ഉളുപ്പുണ്ടോ? നാണമുണ്ടോ? നമ്മുടെ എച്ചില് കഴിക്കാനുള്ളതാണോ മുത്തലിമീങ്ങള്? നമ്മുടെ എച്ചില് കഴിക്കേണ്ടവരാണോ മുത്തലിമീങ്ങള്? അവരെ കൊണ്ടുവന്ന് ഇരുട്ടിയിട്ട് അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ടല്ലേ
കല്യാണം നടത്തേണ്ടത്? ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കേണ്ട അവർക്കല്ലേ? ഖുർആൻ പഠിക്കുന്ന മക്കളല്ലേ? ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചെമ്പ് ബിരിയാണികൾ മിച്ചം വരുമ്പോൾ ആർക്കും വേണ്ടാത്തത് കൊടുക്കാൻ പറ്റിയ നാണം കെട്ട ഒരു കൗമായി അവര് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കളഞ്ഞു കിട്ടിയ പൈസ ആർക്കും വേണ്ടെന്ന പള്ളിക്കുറ്റിക്ക്. അങ്ങനെയാണോ? ഖാലി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. കൊടുത്ത ആളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കൾ എത്ര? കെട്ടിക്കാറായ മോളോ മോനോ ഉണ്ടോ? ഉണ്ട്. ആരാ ഉള്ളത്? എനിക്കൊരു മോളുണ്ട് കെട്ടിക്കാൻ. വാങ്ങിയ ആളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളെല്ലാം ഉണ്ടോ? കെട്ടാനോ കെട്ടിക്കാനോ? മോനുണ്ട്. നിങ്ങളെ മോനെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ മോളെ കെട്ടിക്ക്. അപ്പൊ സ്വത്തിന്റെ വിഷയം പരിഹാരമായില്ലേ? അത് മക്ക കൊടുത്തേക്ക്, അവർ ജീവിച്ചോട്ടെ. അപ്പൊ നിങ്ങളുടെ മോനും കിട്ടി, നിങ്ങളുടെ മോക്കും കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണോ? അല്ല. എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ? ആണ്. ഇതിനൊരു പരിഹാരം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിവാഹം നടന്നു എന്നാണ്. ഏത് കാലത്തായി ഇത് പറയുന്നത്? കിട്ടിയതിന്റെ ചോള കുറഞ്ഞു പോയതിന്റെ പേരില്, 5000 രൂപ കുറഞ്ഞു പോയതിന്റെ പേരില്, പറഞ്ഞ സ്വർണത്തിന്റെ 1 പവൻ കുറഞ്ഞു പോയതിന്റെ പേരില് 3 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണിനെ കൊണ്ടുവന്ന തലക്കുടിഞ്ഞ് ഏർവാടിയിലും നാഗൂരും വിടുന്ന ആട്ടിൻകുട്ടിയെ പോലെ ഇതൊക്കെ അവളെ കഴുത്തിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന കാപാലികന്മാരുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു കല്യാണം നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു മോശമായ മലീമസമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അത്യാഗ്രഹം വേണ്ട. ബനൂ ഇസ്രായേലികൾക്ക് ഉണ്ടായിരുന്നത് ആ ഒരു നെഗറ്റീവാണ്. അത്യാഗ്രഹം. ഞങ്ങൾക്ക് ഇതൊന്നും പോരാ, ഞങ്ങൾക്ക് ഇനിയും വേണമെന്ന് പറയുന്ന അത്യാഗ്രഹം. അത് എവിടെ ഉണ്ടോ അവിടെ നാശമാണ്. ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പരാജയം, അപജയം, നാശം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്യാഗ്രഹമാണ്, ആർത്തിയാണ്. വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആർത്തി. സഹോദരങ്ങളെ, അൻസാരികളെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ. അല്ലാഹു പറയുകയാ, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടായെങ്കിൽ പോലും ഇല്ല, ഞങ്ങൾക്കത് വേണ്ട, മുഹാജിരീങ്ങൾക്ക് കൊടുക്കാമെന്ന ധീരമായ തീരുമാനമെടുത്ത വിശാല മനസ്കതയുള്ള അൻസാരികളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉംറയ്ക്ക് പോയവർക്കറിയാം, ഹജ്ജിന് പോയവർക്കറിയാം, ഏറ്റവും വില കുറച്ച് സാധനം കിട്ടുന്ന മക്കയിലല്ല മദീനയിലാ. ഈത്തപ്പഴം വാങ്ങുന്നത് മദീനയിൽ നിന്നാ, കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങുന്നത്, ടോയ്സുകൾ വാങ്ങുന്നത്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിക്കൊണ്ടുവരാനുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നത് മദീനയിൽ നിന്നാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ശാന്തന്മാരാ, അവരുടെ കച്ചവടം നടത്തുന്ന അൻസാരികളായ സഹാബത്തിന്റെ പിന്തറമുറക്കാരായ ആളുകളുണ്ടല്ലോ, അവരാരോട് കയറുക്കൂല, ആരോടും അവർക്ക് ദേഷ്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാരികളായ മദീനക്കാരോട് നിങ്ങൾ വിലപേശല്ലേ, അവരോട് വിലപേശല്ലേ. മദീനയുടെ ബാങ്കിന് പോലും ശാന്തതയാ, മദീനയിലൂടെ ഓടിപ്പോകുന്ന വാഹനത്തിന് പോലും വേഗത കുറവാ, അവിടുത്തെ വാഹനങ്ങൾക്ക് പോലും ശബ്ദം കുറവാ, അവിടുത്തെ ഹോൺ മുഴങ്ങുന്നതിന് പോലും വേഗത കുറവാ, ശബ്ദം കുറവാ, അവിടുത്തെ കാറ്റിന് പോലും വേഗത കുറവാ. എന്തുകൊണ്ടാണ്? മദീനയുടെ മാണിക്യമാണ് പരിശുദ്ധ ഹുജറത്തു ശരീഫയുടെ ഖുബ്ബത്തുൽ ഖൽറായിന്റെ ചുവട്ടിലേക്ക് കിടക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? അവര് നല്ലവരാണ്. ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ മണിപ്പൂരുള്ള സ്ത്രീകളല്ല. എന്തുകൊണ്ടാ ഞാൻ മണിപ്പൂർ പറഞ്ഞതെന്നറിയോ? ഇന്നൊരു വീഡിയോ കാണാനിടയായി. പാവപ്പെട്ട 10, 12, 13 വയസ്സുള്ള പാവപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയെ ജീവനോടെ കയറിൽ കെട്ടുകയാ. എന്നിട്ട് ജനക്കൂട്ടത്തിന്റെ മധ്യത്തില് ആ പ്രിയപ്പെട്ട സഹോദരിയെ, കൗമാരക്കാരിയായ പൊന്നുമോള്, കാലിലും കയ്യിലും അവളുടെ തുടയുടെ ഭാഗത്തും അരയുടെ ഭാഗത്ത് കയറ് കെട്ടിയിട്ട് അവളെ വലിച്ചൊരു മരത്തിലേക്ക് ഇങ്ങനെ കയറ്റുകയാ. എന്നിട്ട് ആ മരത്തിലേക്ക് കെട്ടിയിട്ടിട്ട് ഊഞ്ഞാലാട്ടുന്നത് പോലെ ആട്ടുകയാണ് കാപാലികന്മാര്, കശ്മലന്മാര്, ഫാസിസ്റ്റ് ശക്തികള്. ചോദിക്കാൻ കുടുംബത്തിൽ പറന്ന ഒരു എംബോക്കിയുമില്ല, ഒരു ഭരണാധികാരിയുമില്ല. ഇവനൊക്കെ അടയിരിക്കുകയാ, ഒരക്ഷരം മിണ്ടുന്നില്ല, ആരും പറയാനില്ല, ചോദിക്കാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 77 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠത്തിൽ
നീതിപീഠത്തിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി പറയുകയാണ്, ഇനിയും ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു, എനിക്ക് വല്ലാത്ത സങ്കടമാ, എനിക്ക് വല്ലാത്ത വിഷമമാണ് മണിപ്പൂരം എന്ന് കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു. 77 ദിവസം കഴിഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാൻ ആർക്കും കഴിയുന്നില്ല. അവരെ പിടിച്ചു കെട്ടാൻ, കാബാലികന്മാരെ തളച്ചിടാൻ കഴിയുന്നില്ല. ആലോചിക്കടേ, 11-12 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോൾ ഇങ്ങനെ വൃക്ഷത്തിന്റെ ശേഖരത്തിൽ ആടുകയാ, എന്നിട്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കുകയാ, എന്നിട്ട് അവളുടെ വസ്ത്രം വലിച്ചു കീറുകയാ, എന്നിട്ട് അവളെ വലിയ വടി കൊണ്ടിങ്ങനെ അടിക്കുകയാ. ഇവിടെ ഒരാൾ അങ്ങോട്ടടിക്കുമ്പോൾ സഹോദരി അങ്ങോട്ട് ആഞ്ഞു പോവുകയാ, ആടി പോകുന്ന സഹോദരി അവിടെ നിന്ന് അടിച്ചു വിടുകയാ. എന്തെല്ലാം ക്രൂരമായ ഇടപെടലുകളാ കാണുന്നത്. 40-ഉം 21-ഉം വയസ്സുള്ള 2 സഹോദരിമാർ നടു റോഡിലൂടെ നടത്തിക്കൊണ്ടുവന്നപ്പോ രഹസ്യാവയവത്തിൽ പിടിച്ചിട്ട് അവരെ ഇങ്ങനെ മോശമായ നിലയിൽ അവരുടെ ചരിപ്പം പോലും നശിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ കയറി സ്വന്തം ഉമ്മാന്റെ ശരീരത്തിൽ പിടിക്കുന്നവർ നമ്മുടെ മനസ്സ് വേദനിക്കൂല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നവർ നമ്മൾക്ക് മനസ്സിന് വേദന വരൂല. അതങ്ങ് മണിപ്പൂരല്ലേ, അതങ്ങ് ഗുജറാത്തിലല്ലേ, അതങ്ങ് അഹമ്മദാബാദിലല്ലേ? ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മണിപ്പൂരിൽ നിന്ന് കടന്നു വന്ന് കേരളത്തിലെത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരുപാട് കിലോമീറ്ററുകളൊന്നുമില്ല. അവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ് നമ്മളെയും ഭരിക്കുന്നത്. അവിടുത്തെ വർഗീയവാദികൾ തന്നെയാണ് നമ്മുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോ, ഒരു കാര്യം തീരുമാനത്തിൽ വെച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യത്തിന്, അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും നമുക്ക് മിണ്ടാൻ കഴിയാതെ വന്നാൽ ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീകൾ ആരെന്നറിയോ? അവർ അനുസാരികളായ സഹോദരിമാരാണ്, മദീനക്കാരായ സഹോദരിമാരാണ്. എന്തുകൊണ്ടാണ് മദീനക്കാരായ അൻസാരികളായ സഹോദരിമാർ ഇപ്പോഴത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ത്രീകളായി മാറിയതെന്നറിയോ? അൻസാരികളായ മദീനക്കാരായ സ്ത്രീകൾ ഇത്രത്തോളം ആദരിക്കപ്പെടുന്നവരായിരുന്നു എന്തുകൊണ്ടെന്നറിയോ? അവർ എല്ലാം മറന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചപ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അത്യാഗ്രഹമെന്ന് പറയുന്ന, അത്യാർത്തി എന്ന് പറയുന്ന സ്വഭാവ ദൂഷ്യമുണ്ടല്ലോ, അത് മാറ്റിയവരാണ് പ്രിയപ്പെട്ട അൻസാരികളെങ്കിൽ കാലഘട്ടത്തിലേക്ക് കടന്നുപോയി ഇന്നലകളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ ജനതയ്ക്ക് ഇല്ലാതെ പോയതും ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സന്ദേശമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നിന്ന് നമുക്ക് അത്യാർത്തി മാറ്റിവെക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ സന്ദേശം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ, നമുക്ക് തന്ന സമ്പത്ത്, നമുക്ക് തന്ന എല്ലാ സൗകര്യങ്ങളും, ആ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ട് അള്ളാഹുവാണ് നമ്മുടെ സംരക്ഷകൻ എന്ന ബോധോദയം. രണ്ടാമത്തേത്, കിട്ടിയതിൽ അത്യാഗ്രഹമില്ലാതെ ഉള്ളത് കൊണ്ടുള്ള ജീവിതം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് എന്തെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉന്നതമായ വിജയം. ഞാൻ ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഓതിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ഖാല മൂസാ ലിഖൗമി. മൂസാ നബി അലൈഹിസ്സലാം ആ ജനത ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് കൊടുത്ത ഉപദേശമുണ്ട്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഈ രാവിലെ, മുഹറം 10 രാവിലെ, വെള്ളിയാഴ്ച രാവിലെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ ആ ഒരൊറ്റ സന്ദേശം കൂടി കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത സന്ദേശം എന്തെന്നറിയോ? യാ മൂസ, ഖാല മൂസാ ലിഖൗമി. മൂസാ നബി തന്റെ ജനതയോട് പറയുന്നു, ഇസ്തഈനു ബില്ലാഹ്, ഇസ്തഈനു ബില്ലാഹ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അള്ളാഹുവിനോട് സഹായം തേടുക. നിങ്ങളുടെ സൃഷ്ടാവ് സമ്പത്തല്ല, നിങ്ങളുടെ സൃഷ്ടാവ് സമ്പത്തല്ല. സങ്കടങ്ങൾ വരുമ്പോ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. രണ്ടാമത് പറഞ്ഞത് വസ്ബിറു, പിടിച്ചു നിൽക്കുക, കിട്ടിയതിൽ പൊരുത്തപ്പെടുക. അതാ രണ്ടാമത് പറഞ്ഞ അത്യാഗ്രഹമില്ലായ്മ. ഇത് രണ്ടും മൂസാ നബി ജനതയ്ക്ക് കൊടുത്ത ഉപദേശം. കാരണം ഇത് രണ്ടും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടി
ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും പിടിച്ചു നിന്നാൽ ഇന്നൽ അർള യൂരിസു ഇന്നൽ അർള ലില്ലാ, ഭൂമി അല്ലാഹുവിന്റേതാണ്. യൂരിസുഹാ മയ്യശാഉ മിൻ ഇബാദി, അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ആ ഭൂമി അനന്തരം കൊടുക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഭൂമി അല്ലാഹുവിന്റേതാണ്, ഭൂമി പടച്ചവന്റേതാണ്. അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അത് കൊടുക്കും, അനന്തരം കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വ്യാകുലപ്പെടണ്ട, നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടുക. ഈ 2 സന്ദേശങ്ങളാണ് എനിക്കിന്ന് തരാറുള്ളത്, എന്നോടും നിങ്ങളോടും. ഒന്ന്, സഹായം തേടേണ്ടത് പടച്ചവരോട്. നമ്മുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്, സമ്പത്തല്ല. ദുനിയാ പൂജകരായി മാറണ്ട, അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുക. 2, കിട്ടിയതിൽ അത്യാഗ്രഹമില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അതാണ് വസ്ബിറു, പിടിച്ചു നിൽക്കുക. സ്വബർ എന്ന് പറഞ്ഞാൽ, ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു നിൽക്കുക, അതാണ്, ഇത്രേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മുഹറം 9 നോമ്പ് പിടിച്ചു, 10 മദീനയിലെത്തുമ്പോ എല്ലാവർക്കും ചരിത്രം അറിയാം. അവര് നോമ്പുകാരാണ്. എന്താ നോമ്പെന്ന് ചോദിച്ചു ജൂതന്മാർ. അവിടുത്തെ സഖ്യകക്ഷികളാണല്ലോ, മദീനയിലെ സഖ്യകക്ഷികളാണ്, അവിടുത്തെ ആളുകളാണ്, സമീപത്തുള്ള ആളുകളാണ് ജൂതന്മാർ. ചോദിച്ചു, എന്താ മൂസാ നബി, ഞങ്ങളുടെ നേതാവ് മൂസാ നബിയെയും പരിവാരങ്ങളെയും രക്ഷപ്പെടുത്തി, ഞങ്ങളുടെ പൂർവികരെ രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ശത്രുവായിരുന്ന ഫിർഔനെ നശിപ്പിച്ച ദിവസം ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ, നിങ്ങളെക്കാൾ മൂസാ നബിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഞങ്ങളാ, അതുകൊണ്ട് ഞങ്ങളും പിടിക്കും നാളത്തെ നോമ്പ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞില്ല, ഇൻ ഇഷ്തു വഫി റിവായത്തിൻ ഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ല അസൂമന്ന തസിഅ, മുഹറം 9 കൂടി നോമ്പ് പിടിക്കും. ഖിലാഫൻ ലിൽ യഹൂദ്, നമ്മൾ നാളെ മാത്രം നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്, മുഹറം 10 പിടിക്കാം. എന്താ ഇന്നിവിടെ പിടിക്കാൻ പറഞ്ഞത്? നാളെ പിടിക്കുന്ന ജൂതന്മാരും പിടിക്കും. ഖിലാഫൻ ലിൽ യഹൂദ്, ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി 9 പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് പിടിച്ച നോമ്പ് എന്താ? ഒരു പ്രതിഷേധത്തിന്റെ നോമ്പാണ്, ജൂതായുസത്തോടുള്ള പ്രതിഷേധത്തിന്റെ നോമ്പാണ് ഇന്ന് പിടിച്ച നോമ്പ്. നാളത്തെ നോമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ജനതയും രക്ഷപ്പെടുത്തിയതിലുള്ള നന്ദി സൂചകമായ നോമ്പ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിച്ചുവിടാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ ലയിച്ചു ചേരാൻ, ഓരോരുത്തരും പതിയാങ്കരയിലെ ഓരോരുത്തരും ഓരോ പതിയാങ്കര ഉസ്താദുമാരായി മാറാൻ. നാളെ 1, 2, 3 വർഷമാകുമ്പോഴേക്കും ഇതുപോലെ പതിയാങ്കര ഉസ്താദുമാർ ആവർത്തിക്കപ്പെടാൻ ഈ നാടിന് ഈ 2-3 ദിവസത്തെ മജ്‌ലിസുകൾ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം, വെള്ളിയാഴ്ച രാവാണ്, മുഹറം 10 രാവാണ്, എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്, ഞാൻ ഇമാമ്, നമ്മുടെ ഇതിന്റെ ഭാരവാഹികളൊക്കെ നമ്മുടെ ഈ സദസ്സിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് 11:30 മണിക്ക് നിർത്തും. അതാണ് അതിന്റെ ശൈലി. 2 മണിക്കൂർ. 9:30 നമ്മൾ തുടങ്ങി 11:30 നിർത്തും. 10 മിനിറ്റ് ഉണ്ട്. സ്വലാത്ത് ചൊല്ലി പിരിയുമ്പോൾ 11:30 മണിയാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.